ഓക്കെ. എന്തായിരുന്നു ഇൻഷുറൻസ് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ESI എന്ന് പറഞ്ഞ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി ഇൻഷുറൻസ് ഉപയോഗിക്കാം? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. എന്താ അറിയണ്ടേ? ഇൻഷുറൻസ് എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് ഉള്ളവർ കുറെ പേരുണ്ടാവില്ലേ? എവിടെയൊക്കെ പോയാലും ഇൻഷുറൻസ് എടുത്തില്ലേ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നേ. ഇൻഷുറൻസ് എവിടെയാ? ഗായത്രി എന്തോ പറയുന്നുണ്ടല്ലോ. അൺമ്യൂട്ട് ആക്കിയിട്ട് പറഞ്ഞോ. ഇൻഷുറൻസ് ഹോസ്പിറ്റൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന എക്സ്പെൻസ് ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവുന്ന എക്സ്പെൻസ് ഒക്കെ നമുക്ക് എന്താണ് അതിനൊരു ബാക്കപ്പ്, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് സ്വന്തം വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ. ESI എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇതായിട്ടാണ് എന്താണ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പല ഇൻഷുറൻസ് വരുന്നുണ്ട്. വെഹിക്കിൾ ആയിക്കോട്ടെ, വെഹിക്കിളിന് ഡാമേജ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എന്താണ് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും ഒരു റിപ്പയറോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്വന്തമാണെങ്കിൽ ഹെൽത്ത് കെയറിനകത്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോഴൊക്കെ നമുക്കൊരു ബെനിഫിറ്റ് ആവുന്ന കുറെ ഇൻഷുറൻസുകളുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ESI എന്ന് പഠിക്കാൻ പോകുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. എംപ്ലോയിക്ക് കിട്ടുന്ന ഇൻഷുറൻസ് ആണ്. ഓക്കെ. എംപ്ലോയീസിന്. അപ്പൊ എംപ്ലോയീസിന് പല രീതിയിലുള്ള ഹെൽത്ത് കെയർ ആയിട്ടും മെഡിക്കൽ ആയിട്ടുള്ള കുറെ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ESI എന്ന് പറയുന്ന ഒരു സ്കീം. PF ESIയും ഏകദേശം ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ ESI എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഞാനത് സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്ത് തരാം. ഓക്കെ. ESI എല്ലാവരും ഒരു ഹെഡിങ് എഴുതാം. ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരാം. എല്ലാവരും ആരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആകെ ഒരു 4 പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ് ESI എന്ന് പറയുന്നത്. പിന്നെ ESI ഒരു സ്കീമായിട്ട് എന്താണ് ഒരു സ്കീമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് വെച്ചിട്ടാണ് നമ്മളത് ESI വർക്ക് ചെയ്യുന്നത്. ആ സ്കീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ESIയുടെ ആക്ട് ഉണ്ട് 1948. ആ ആക്ട് പ്രകാരമാണ് ആ ഒരു സ്കീം വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ESI ആക്ട് ഉണ്ട്. ഇന്ത്യൻ ESI ആക്ട് 1948 ആണ്. ഇന്ത്യൻ ESI ആക്ട് 1948. ഈ ആക്ട് പ്രകാരമാണ് ESI സ്കീം റെഗുലേറ്റ് ചെയ്യുന്നത്. ആ റൂൾസ് ഒക്കെ പാലിച്ചിട്ടാണ് ESI സ്കീം റെഗുലേറ്റ് ചെയ്യുന്നത്. ആ സ്കീമാണ് നമ്മൾ ഓരോ എംപ്ലോയീസിനും നമ്മൾ എന്താണ് ഓപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ESI സ്കീം എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. അതിനകത്ത് വരുന്ന രണ്ടാമത്തെ ഒരു പോയിന്റ് ഇന്ത്യൻ ESI ആക്ട് എന്ന് പറയുന്നത് 1948 ആണ്. പിന്നെ അത് നമുക്ക് എന്തൊക്കെ ഉപകാരമാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ടെമ്പററി ആയിട്ടോ പെർമനന്റ് ആയിട്ടോ വരുന്ന ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ എന്താണ് കൈയൊടിഞ്ഞു എംപ്ലോയ്മെന്റിൽ ഇരിക്കെ ചിലപ്പോൾ വല്ല ഫാക്ടറി വർക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ വല്ല ആക്സിഡന്റ് ഒക്കെ പറ്റുമ്പോൾ ടെമ്പററിയോ പെർമനന്റോ ആയിട്ട് വരുന്ന എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കവറപ്പ് ചെയ്യാനായിട്ട്, സിക്നസ് വരുമ്പോൾ സിക്നസ് ലീവ് ഒക്കെ എടുക്കൂലേ, അത് കവറപ്പ് ചെയ്യാനായിട്ടും, മെറ്റേണിറ്റി ലീവുകൾ വുമൻസിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് മെറ്റേണിറ്റി ലീവ് ഒക്കെ. അപ്പൊ ESI ഉണ്ടെങ്കിൽ മെറ്റേണിറ്റി ലീവ് ഒക്കെ കിട്ടും. വലിയൊരു കുറെ ദിവസങ്ങൾ കിട്ടും. അതും സാലറിയോട് കൂടെ കിട്ടും. പിന്നെ ഇഞ്ചുറി എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ, എംപ്ലോയ്മെന്റിന്റെ സമയത്ത് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറെ ബെനിഫിറ്റുകൾ നമുക്ക് ഇൻഷുറൻസ് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയാ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് നമുക്ക് ക്യാഷ് ആയിട്ടും കിട്ടും, ഹെൽത്ത് കെയർ ബെനിഫിറ്റ് ആയിട്ടും കിട്ടും. നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനും പറ്റും. ESIയുടെ ഹോസ്പിറ്റലുകളൊക്കെ കേട്ടിട്ടില്ല എല്ലാവരും? ESI ഹോസ്പിറ്റലിനൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുറെ ഹോസ്പിറ്റലുകൾ ഉണ്ട് ESI എന്നൊക്കെ പറയുമ്പോൾ, ESI ഹോസ്പിറ്റലുകൾ. അപ്പൊ ESIക്കും മാത്രമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. അല്ലെങ്കിൽ അവിടെ സൗകര്യം ഇല്ലെങ്കിൽ അവർ പുറത്തേക്ക് റെഫർ ചെയ്യും. വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ റെഫർ ചെയ്യും. അതിപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കിട്ടുമെന്ന് തോന്നുന്നു. ESI ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവർ പുറത്തേക്കൊക്കെ റെഫർ ചെയ്ത് തരും. ഓക്കെ. അപ്പോ നമുക്ക് ഇവിടെ നോക്കാനായിട്ട് ആകെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ESI എന്ന് പറഞ്ഞാൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. ESI ആക്ട് എന്ന് പറയുന്നത് 1948 ആണ്. അത് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടുന്നത്? പെർമനന്റോ ടെമ്പററി ആയിട്ടുള്ള ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ സിക്നസോ മെഡിക്കൽ ബെനിഫിറ്റോ, മെറ്റേണിറ്റി ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇഞ്ചുറി അറ്റ് ടൈം ഓഫ് എംപ്ലോയ്മെന്റ്, അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് നമുക്ക് എങ്ങനെ ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ടും ബെനിഫിറ്റ് കിട്ടും, ഹെൽത്ത് കെയർ ആയിട്ടും ബെനിഫിറ്റ് കിട്ടും. ഓക്കെ. ക്യാഷ് ബെനിഫിറ്റ് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറി ഒക്കെ വരില്ലേ നമ്മുടെ അക്കൗണ്ടിലേക്ക്, അതേപോലെ ക്യാഷ് ഇട്ട് തരും. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അല്ലാത്ത ബെനിഫിറ്റുകളൊക്കെ വരാം. ക്യാഷ് ആയിട്ടില്ല, ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോ ESI ഇത്രയേ ഉള്ളൂ. ESI എന്താണെന്ന് ഓക്കെ ആണോ? ഇപ്പോ നമുക്ക് കുറച്ച് ബെനിഫിറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, കമ്പനികളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. ഈ സ്കീമിനകത്ത് നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് കുറെ ബെനിഫിറ്റുകൾ കിട്ടും, ഹെൽത്ത് കെയർ ബെനിഫിറ്റുകൾ കിട്ടും.
നമുക്ക് ഇനി എല്ലാ കമ്പനികൾക്കും ഇത് ESI ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം, അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനും ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് എലിജിബിലിറ്റി ഫോർ ESI ആണ്. ഒരു കമ്പനിക്ക് എങ്ങനെയാണ് എലിജിബിലിറ്റി കിട്ടുന്നത്, ഒരു കമ്പനി എങ്ങനെയാ ESI രജിസ്റ്റർ ചെയ്യാനായിട്ട് എലിജിബിൾ ആവുന്നത്. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് ഹെഡിങ് എഴുതിക്കോ, എലിജിബിലിറ്റി ഫോർ ESI. എലിജിബിലിറ്റി ഫോർ ESI അത് കമ്പനിയുടെ കേസിനകത്താണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു കോർപ്പറേറ്റ് ഓഫീസ് ആയിക്കോട്ടെ, ഫാക്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ആയിക്കോട്ടെ, സിനിമ തിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലായിടത്തും ESI ഒക്കെ കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണ്, എപ്പോഴാണ് കിട്ടുന്നതെന്നാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. എപ്പോഴാണ് ESI ഒരാൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒരു എംപ്ലോയർക്ക് എപ്പോഴാണ് ESI അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിക്കോ, എലിജിബിലിറ്റി എന്ന് പറഞ്ഞല്ലോ, ഓൾ കവേർഡ് യൂണിറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് ഓൾ കവേർഡ് യൂണിറ്റ്സ്. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസുകളോ, അല്ലെങ്കിൽ ഫാക്ടറീസോ, കമ്പനീസോ, റെസ്റ്റോറന്റോ, സിനിമ തിയേറ്റേഴ്സോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഓഫീസ് ആയിക്കോട്ടെ, മെഡിക്കലോ അല്ലെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിക്കോട്ടെ, അവര് കവേർഡ് യൂണിറ്റ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കവേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. കവേർഡ് യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. കവേർഡ് യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലേബർ ആക്ട് ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട് ലേബർ ആക്ട്. ഓക്കെ, അതിനകത്ത് ഫാക്ടറീസ് ആക്ട് ഉണ്ട്, ദ ഫാക്ടറീസ് ആക്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, ദ ഫാക്ടറീസ് ആക്ട്. അതേപോലെ തന്നെ ദ ഷോപ്സ് ആക്ട്, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആക്ട് ഉണ്ട്, ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഓക്കെ, രണ്ട് ആക്ടുകളുണ്ട്. ഇതിന്റെ കീഴിൽ വരുന്നതിനെയാണ് നമ്മൾ എന്താണ് കവേർഡ് യൂണിറ്റ് എന്ന് പറയാം. ഒരു കമ്പനി കവേർഡ് യൂണിറ്റ് ആണെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, ESI പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, കവേർഡ് യൂണിറ്റ് എന്ന് വെച്ചാൽ രണ്ട് ആക്ടുകളുണ്ട്, അതിന്റെ കീഴിൽ വരുന്നതിനാണ്, ആ ആക്ട് പ്രകാരമാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ കവേർഡ് യൂണിറ്റ് ആയി. ഈ ആക്ട് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ടറീസ് ആക്ടും ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഒക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു എംപ്ലോയീസ് ഉണ്ടല്ലോ, ആ എംപ്ലോയീസിന്റെ സാലറി ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എംപ്ലോയീസിന് കറക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ആണോ, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം കൂടുതലായിട്ട് വർക്ക് ചെയ്യിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ എക്സ്ട്രാ ടൈമിന് കൃത്യമായിട്ടുള്ള ഇൻസെന്റീവ് ഒക്കെ കിട്ടുന്നുണ്ടോ, ഇതെല്ലാം ഉറപ്പുവരുത്താനായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ആക്ടുകളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആക്ടുകൾ അതിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമാണ് കവേർഡ് യൂണിറ്റ് എന്ന് പറയാം. കവേർഡ് യൂണിറ്റ് ആണെങ്കിൽ മാത്രമാണ് ESI കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു ആക്ട് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു കമ്പനിയിൽ 10ൽ കൂടുതൽ എംപ്ലോയീസ് വേണം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ESI ഓപ്റ്റ് ചെയ്യണമെങ്കിൽ 10ൽ കൂടുതൽ എംപ്ലോയീസ് എന്തായാലും വേണം. കവേർഡ് യൂണിറ്റ് ആയാലും എല്ലാ കവേർഡ് യൂണിറ്റിനകത്തും 10ൽ കൂടുതൽ എംപ്ലോയീസ് എന്തായാലും വേണം. ഈ ആക്ട് ഓപ്റ്റ് ചെയ്യാനും 10ൽ കൂടുതൽ എംപ്ലോയീസ് വേണം, എന്നാലേ നമുക്ക് ESI കിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ESI ഓപ്റ്റ് ചെയ്യണമെങ്കിൽ 10ൽ കൂടുതൽ എംപ്ലോയീസ് വേണം. ഓക്കെ, അവിടെ ഉള്ള ഒരു പോയിന്റുകൾ നമുക്ക് കിട്ടിയില്ലേ, എവിടേക്കാണ് ESI കിട്ടുന്നതെന്ന് നമുക്കറിയാം. ഏകദേശം ഒരു എന്താണ് കോർപ്പറേറ്റ് ഫാക്ടറീസ്, കോർപ്പറേറ്റ് ഓഫീസുകൾ, റെസ്റ്റോറന്റ്, സിനിമ തിയേറ്റേഴ്സ്, ഓഫീസ്, മെഡിക്കൽ ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് ESI എടുക്കാൻ പറ്റും, പക്ഷെ അവരൊരു എന്താണ് 10ൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള കവേർഡ് യൂണിറ്റുകളായിരിക്കണം. ഈ പോയിന്റ് ഓക്കെ ആണോ? 10ൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള കവേർഡ് യൂണിറ്റിലാണെങ്കിൽ മാത്രമാണ് 1948 പ്രകാരമുള്ള ESI ആക്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഈ ആക്ട് പ്രകാരമുള്ള ഈ ഒരു സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു കമ്പനിയുടെ കേസിനകത്താണ്. കമ്പനിയുടെ കേസ് കഴിയുമ്പോൾ എംപ്ലോയീസിന്റെ കേസിലേക്ക് വരുമ്പോൾ, ഓക്കെ, ഞാനിപ്പോ ഒരു കമ്പനി തുടങ്ങി, നിങ്ങളെല്ലാവരും ഞാൻ എന്താണ് എന്റെ എംപ്ലോയീസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. 10ൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും ഞാൻ എംപ്ലോയീസ് ആയിട്ട് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല സാലറികളാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളെല്ലാം എലിജിബിൾ ആണ്, ഞാൻ എലിജിബിൾ ആണ്, 10ൽ കൂടുതൽ എംപ്ലോയീസ് എന്റെ ഇതിനകത്തുണ്ട്, നിങ്ങൾ എല്ലാവരും എന്റെ എംപ്ലോയീസ് ആണ്. ഫാക്ടറീസ് ആക്ടും ഷോപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഒക്കെ ഞാൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഫോളോ ഇതാണ് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങൾ എല്ലാവരും എലിജിബിൾ ആണോ എന്നാണ്, എംപ്ലോയീസ് എല്ലാം എലിജിബിൾ ആണോ. അപ്പോൾ എംപ്ലോയീസ് എലിജിബിൾ ആണോ നോക്കാനായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം, അത് കണ്ട് എഴുതിയെടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. എംപ്ലോയീസ് എലിജിബിൾ ആണോ നോക്കാനായിട്ട് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ കവേർഡ് യൂണിറ്റ് ആണല്ലോ, എന്റെ കവേർഡ് യൂണിറ്റ് ആണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, നിങ്ങളെല്ലാം എംപ്ലോയീസ് ആണ്, നിങ്ങൾക്ക് 21,000-ൽ താഴെ ആയിരിക്കണം സാലറി എന്ന് പറയുന്നത്. ഗ്രോസ് വേജസ് ലെസ് ദാൻ 21,000. ഗ്രോസ് വേജസ് എന്ന് എഴുതണേ, പ്രത്യേകം എഴുതാ ഗ്രോസ് വേജസ്. ഓക്കെ, ഗ്രോസ് വേജസ് 21,000-ൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എലിജിബിൾ ആണ്. ഗ്രോസ് വേജസ് 21,000-ൽ താഴെയാണെങ്കിൽ, ഓക്കെ, ഞാനൊരു കവേർഡ് യൂണിറ്റ് ആണ്, എന്റെ 10ൽ കൂടുതലുള്ള എംപ്ലോയീസ് ആണ് നിങ്ങൾ, നിങ്ങളുടെ എല്ലാവരുടെയും സാലറി 21,000-ൽ താഴെയാണെങ്കിൽ നിങ്ങൾ ESIനകത്ത് രജിസ്റ്റർ ചെയ്യാൻ എലിജിബിൾ ആണ്. ഗ്രോസ് വേജസ് എന്ന് പ്രത്യേകം എഴുതാം. ഗ്രോസ് വേജസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് DA, HRA എന്തെങ്കിലും അലവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരും. പക്ഷേ അതിനകത്ത് ഇൻക്ലൂഡ് ആവാത്ത, ഗ്രോസ് വേജസിനകത്ത് ഇൻക്ലൂഡ് ആവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സ്ക്ലൂഡിങ് ഐറ്റം, ഗ്രോസ് വേജസിന് താഴെ എഴുതിയിട്ട് അതിന്റെ എക്സ്ക്ലൂഡിങ്
ഇങ്ങനെ എഴുതിയാൽ മതി. ഗ്രോസ് വേജസ് എക്സ്ക്ലൂഡിങ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഓവർ ടൈം, ബോണസ്, ലീവ് എൻകാഷ്മെന്റ്. എനിക്ക് ESIനകത്ത് രജിസ്റ്റർ ആവണമെങ്കിൽ എനിക്ക് 21,000 താഴെ ഗ്രോസ് വേജസ് മതി. ഓക്കെ, അപ്പോ എന്റെ സാലറി എന്ന് പറയുന്നത് 20,000 ആണെന്ന് വെച്ചോ. എനിക്ക് ഈ ഒരു മാസത്തിനകത്ത് ഞാനൊരു 5,000 രൂപ എന്താ ഓവർ ടൈം വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെന്ന് വെച്ചോ. എനിക്ക് 25,000 രൂപയായി ഇപ്പോൾ സാലറി ഈ ഒരു മാസം. ഓക്കെ, ഞാൻ അങ്ങനെ എല്ലാ മാസവും 25,000 രൂപ ഏൺ ചെയ്യുന്നുണ്ട്, ഓവർ ടൈം വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ശരിക്കുള്ള ഗ്രോസ് വേജസ് എന്ന് വെച്ചാൽ എന്താ 20,000 ആണ്. ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടാണ് 25,000 എന്നുള്ളൊരു സാലറിയിലേക്ക് പോയത്. അപ്പോ നമ്മൾ നോക്കേണ്ടത് ഗ്രോസ് വേജസ് ആണ്, അല്ലാതെ അതിന്റെ കൂടെ ഓവർ ടൈമോ ബോണസോ ലീവ് എൻകാഷ്മെന്റോ ഉണ്ടെങ്കിൽ. ലീവ് എൻകാഷ്മെന്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ലീവ് എടുത്തിട്ടില്ല. എനിക്കൊരു സാലറിയോട് കൂടിയുള്ള ഒരു ലീവ് എല്ലാ മാസവും ഉണ്ട്, പക്ഷെ ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ലീവ് എടുത്തിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക, ചില കമ്പനികൾ അത് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും. ഇനി ലീവ് എടുക്കണ്ട, അതിന്റെ പൈസ തന്നേക്കാം എന്നുള്ള രീതിയിൽ പറയും. എന്നിട്ട് നെക്സ്റ്റ് സാലറിയുടെ കൂടെ ആ ഒരു 3 മാസത്തെ ഉണ്ടെങ്കിൽ ഒരു 3 ദിവസത്തെ എന്തെങ്കിലും ലീവ് എൻകാഷ്മെന്റ് ചെയ്തു തരും. ഓക്കെ, ലീവ് എൻകാഷ്മെന്റ് എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. നമ്മൾ ലീവ് എടുത്തില്ലെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചു തരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളോ ബോണസോ ഓവർ ടൈമോ ഒന്നും ഇതിനകത്ത് കൂട്ടില്ല, ഗ്രോസ് വേജസിൽ കൂട്ടില്ല. ഇതല്ലാതെ ഗ്രോസ് വേജസ് 21,000 താഴെ ആയിരിക്കണം. അതൊക്കെ അല്ലേ 21,000 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഡ്യൂ ഡേറ്റ്. നമുക്ക് ഇത് ഡിഡക്റ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 21,000 താഴെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സാലറി. 21,000 താഴെയാണ്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്തു. ഡിഡക്ട് ചെയ്ത എമൗണ്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അതെപ്പോഴാണ്? നെക്സ്റ്റ് മന്ത് 15th ആണ് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട സമയം. നെക്സ്റ്റ് മന്ത് 15th, അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ ഗവൺമെന്റിലേക്ക് അത് റെമിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഗവൺമെന്റിലേക്ക് റെമിറ്റ് ചെയ്യേണ്ട ടൈം ഡ്യൂ ഡേറ്റ് എഴുതി വെക്കാം, നെക്സ്റ്റ് മന്ത് 15th. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോ നിലവിൽ ഇപ്പൊ 21,000 ആണ് സാലറി ലിമിറ്റ് എന്ന് പറയുന്നത്. ത്രഷോൾഡ് ESIയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 21,000 ആണ്. അത് കൂട്ടാനായിട്ട് ഇപ്പോ ഒരു എഗ്രിമെന്റ് ഒക്കെ ആയിട്ടുണ്ട്, ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അത് എംപ്ലോയീസിന്റെ സൈഡിൽ നിന്നുള്ളൊരു പ്രഷർ കാരണം എംപ്ലോയീസ് എന്താണ് അത് സമരമൊക്കെ ചെയ്ത് 42,000 അങ്ങനെ എന്തോ വലിയൊരു എമൗണ്ട് ആക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് ESIയുടെ കോർപ്പറേഷൻ ഒരു തീരുമാനമൊക്കെ എടുത്തു, ഡിസിഷൻ എടുത്തു, അത് 30,000 വരെ ആക്കാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ആകെ ഒരാളും കൂടി ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 21,000 എന്നുള്ളത് 30,000 മോദിജിയില്ലേ, മോദിജിയുടെ അവിടെ നിന്ന് ഒരു അപ്രൂവലും കൂടി കിട്ടിയാൽ മതി. അപ്പൊ ആ 21,000 എന്നുള്ളത് 30,000 ആയിട്ട് മാറും. ഈ അടുത്ത് തന്നെ മാറുമായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു അപ്രൂവൽ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. എക്സാം ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 21,000 തന്നെയാണോ ഇപ്പോഴും, അല്ലെങ്കിൽ 30,000 ആയോ ഇല്ല എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവുമായിരിക്കും, ഈ അടുത്ത് തന്നെ ആവുമായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ESIനകത്ത് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, എംപ്ലോയറും എംപ്ലോയി. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, നിങ്ങളുടെ ഗ്രോസ് സാലറി ഉണ്ടല്ലോ 21,000 ആയിരുന്നു ഇത്രയും നാളും. നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് സാലറി കൂട്ടി 22,000 ആയി എന്ന് വെച്ചോ. നിങ്ങളപ്പോ എന്താ ESIന്ന് പുറത്തായി. മാൻഡേറ്ററി ആയിരുന്നു 21,000 വരെയാണെങ്കിൽ. 21,000 മുകളിലാണെങ്കിൽ എടുത്തു കളയും, അതിനകത്ത് തുടരാൻ പാടില്ല. 21,000 താഴെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. 21,000 മുകളിലാണെങ്കിൽ തുടരാൻ പാടില്ല, അവരെ അത് ഡിസ്ക്വാളിഫൈ ചെയ്ത് കളയും. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ഒരു കോൺട്രിബ്യൂഷൻ പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ അവരവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ESIയുടെ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ കോൺട്രിബ്യൂഷൻ പീരീഡ് കഴിയണം. കോൺട്രിബ്യൂഷൻ പീരീഡ് എന്ന് പറഞ്ഞൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഒരു വർഷം ഉണ്ടല്ലോ ഫിനാൻഷ്യൽ ഇയർ, അതിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചേക്കാം. ഒരു വർഷത്തിന് 2ആയിട്ട് തിരിച്ചേക്കാം, 6 മാസം 6 മാസം കൂടുമ്പോൾ. ഓക്കെ, 6 മാസം കൂടുമ്പോൾ നമ്മൾ 2ആയിട്ട് തിരിച്ചേക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ ഒരു 6 മാസം. സെപ്റ്റംബർ കഴിഞ്ഞിട്ടുള്ളത് വേറെ 6 മാസം. അപ്പൊ ഞാനിപ്പോ ഏപ്രിലിൽ ജോയിൻ ചെയ്തൊരു എംപ്ലോയി ആണ്. എനിക്ക് ജൂൺ ആയപ്പോ സാലറി കൂടി 25,000 ആയി. പക്ഷെ എന്നെ ESIന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. റിമൂവ് ചെയ്യണമെങ്കിൽ എന്താ, ആദ്യത്തെ ആ ഒരു കോൺട്രിബ്യൂഷൻ പീരീഡ് കഴിയണം. ആ സെപ്റ്റംബർ കഴിഞ്ഞാൽ മാത്രമേ എന്നെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ക്ലോസും കൂടി അതിനകത്തുണ്ട്. 2 കോൺട്രിബ്യൂഷൻ പീരീഡ് 2 എണ്ണം ഉണ്ട്. 6 മാസം കൂടുന്ന ഒരു കോൺട്രിബ്യൂഷൻ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാലേ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഇതിനകത്തൊന്നും ഇല്ല. എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോളൂ, കാരണം ഇതിനകത്ത് എവിടെയും കൊടുത്തിട്ടില്ലത്. കോൺട്രിബ്യൂഷൻ പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരാളെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് റേറ്റും കാര്യങ്ങളും നോക്കണ്ടേ, കാൽക്കുലേഷൻ കാര്യങ്ങളും. ഓക്കെ, കാൽക്കുലേഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ റേറ്റ് എന്ന് പറയുന്നത് 4%. ഓക്കെ, 4% ശ്രദ്ധിച്ചിരിക്കാം. 4% ആണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. 4% റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 4% ESIയുടെ റേറ്റ്.
ആ 4% എന്ന് പറയുന്നത് നമ്മളുടെ സാലറി, നമ്മളുടെ ഗ്രോസ് വേജസിൽ നിന്ന് 4% എടുക്കില്ല. എന്റെ സാലറി 20,000 ആണെങ്കിൽ 20,000ന്റെ 4% കുറച്ചിട്ടായിരിക്കില്ല എനിക്ക് സാലറി കയറണം. അവിടെയും സ്പ്ലിറ്റ് അപ്പ് ഉണ്ട്. എന്താണ്? എംപ്ലോയറും എംപ്ലോയിയും ഇടും. ഓക്കെ, എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് 4% വരാം. ഓക്കെ, എന്റെ സാലറി 15,000 ആണെന്ന് വെച്ചു. ഇവിടെ പറയുന്നുണ്ട് എന്റെ സാലറി 15,000 ആണെങ്കിൽ അതിൽ നിന്ന് 0.75 മാത്രമേ എംപ്ലോയി ഡിഡക്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാലൻസ് ഉള്ളത് എംപ്ലോയർ 3.25 എംപ്ലോയർ ഇട്ടിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടി ചായ കുടിക്കാൻ പോയി, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിന് എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഒരു 500 രൂപയെന്ന് വെച്ചു. 500 രൂപയായിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ആകെ ഒരു 100 രൂപയുള്ളൂ. ബാലൻസ് ഉള്ള പൈസ കൂട്ടുകാരൻ ഇട്ടോളൂ. ഓക്കെ, വലിയൊരു എമൗണ്ട് വേറൊരാൾ ഇട്ടോളും, ബാലൻസ് ഉള്ള എമൗണ്ട് ഞാനും ഇട്ടോളും. അങ്ങനെ 2 കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് തന്നെയായിരിക്കും. ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്നത് എംപ്ലോയിക്ക് ആയിരിക്കും, പക്ഷെ അതിന്റെ കോൺട്രിബ്യൂഷൻ എംപ്ലോയറും കൂടി ഇടണം. എത്രയാ? 4% ടോട്ടൽ ഇടേണ്ടത്. 4%. അതിൽ 0.75 എംപ്ലോയി കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 3.25. എഴുതിയെടുത്തോളൂ. എംപ്ലോയി കോൺട്രിബ്യൂഷൻ 0.75, 0.75. ESI കാൽക്കുലേഷന്റെ താഴെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ 0.75, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 3.25. ഓക്കെ, എംപ്ലോയറും എംപ്ലോയി. ഇനി അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം. നമ്മുടെ ഗ്രോസ് വേജസ് ഉണ്ടല്ലോ, ഗ്രോസ് സാലറി, ഗ്രോസ് വേജസ്. ആ ഗ്രോസ് വേജസ് 15,000 ആണെങ്കിൽ ആ 15,000ന്റെ 0.75 മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് 15,000 രൂപ സാലറി തരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യുന്നത്, ESI എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നത് ആ 15,000ന്റെ 0.75 ആയിരിക്കും ഞാൻ കട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 15,000ൽ നിന്ന് 112 രൂപ, 0.75 എന്ന് പറയുമ്പോൾ 112 വരും. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. 15,000ൽ നിന്ന് 112 മാത്രമേ കുറയ്ക്കുള്ളൂ. 0.75 മാത്രമേ നിങ്ങളുടെ സാലറി എന്ന് കുറയ്ക്കുള്ളൂ. അപ്പൊ ഈ 4% ആണെന്ന് ആദ്യം പറഞ്ഞു. ആ 0.75 കഴിഞ്ഞിട്ട് 3.25 കുറയ്ക്കണ്ടേ, അത് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് തരും. ഓക്കെ, എംപ്ലോയറുടെ പോക്കറ്റിൽ നിന്നായിരിക്കും ആ ഒരു എമൗണ്ട് ഇടാം. എന്ന് വെച്ചാൽ 3.25 ഇടുന്നത് ഞാനായിരിക്കും, എംപ്ലോയർ, കമ്പനി. നിങ്ങളുടെ സാലറിയിൽ തന്നെ കണക്കാക്കും. അത് നിങ്ങളുടെ സാലറി 15,000 ആണെങ്കിൽ ആ 15,000ന്റെ 3.25 എത്രയാണോ 487 വരും. ആ 487 തരുന്നത് ഞാൻ എന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തരും. ഓക്കെ, നിങ്ങളുടെ സ്വന്തമായിട്ട് തരില്ല, അത് എന്റെ ഭാഗത്തുനിന്ന് ESIക്ക് കൊടുക്കും, കോർപ്പറേഷൻ കൊടുക്കും. അപ്പോൾ 2 കോൺട്രിബ്യൂഷൻ ആണ് അവിടെ വരുന്നത്. PFനകത്ത് ഇതേപോലെ തന്നെയാണ് 2 കോൺട്രിബ്യൂഷൻ ആണ്, എംപ്ലോയിയും എംപ്ലോയറും. ഫുൾ ആയിട്ട് നമ്മൾ ഇടണ്ട, കുറച്ച് ഭാഗം മാത്രം നമ്മൾ ഇട്ടാൽ മതി. 0.75 ചെറിയൊരു എമൗണ്ട് മാത്രമേ പോകുന്നുള്ളൂ. മന്ത്ലി ഒരു 112 രൂപ മാത്രമേ പിടിക്കുന്നുള്ളൂ. നമ്മളിപ്പോ പുറത്തൊരു പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് നമ്മളുടെ നിന്ന് പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെറിയൊരു എമൗണ്ട് മാത്രമേ നമ്മളുടെ നിന്ന് പിടിക്കുന്നുള്ളൂ. ആ പിടിക്കുന്ന എമൗണ്ട് അത് കൂടാതെ എംപ്ലോയർ ഒരു കോൺട്രിബ്യൂഷൻ കൂടി തന്നിട്ട് ഇതാണ് നമ്മളുടെ ESIയുടെ എമൗണ്ട് ആയിട്ട് നമ്മൾ റെമിറ്റ് ചെയ്യുക. എംപ്ലോയർ റെമിറ്റ് ചെയ്യുന്നത് ഈ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും. ഈ 487 ഈ 112 കൂടി കൂട്ടിയിട്ടുള്ള 600 രൂപയായിരിക്കും ടോട്ടൽ കോൺട്രിബ്യൂഷൻ വരാം. ഈ 600 രൂപ എന്ന് പറയുന്നത് 15,000ന്റെ 4%. അതിനകത്തുള്ള സ്പ്ലിറ്റപ്പ് എംപ്ലോയിക്ക് വേറെ, എംപ്ലോയർക്ക് വേറെ. ഓക്കെ, എംപ്ലോയിക്ക് എംപ്ലോയർക്ക് വേറെ. ഇത് ഓക്കെയാണോ? കോൺട്രിബ്യൂഷൻ റേറ്റുകൾ ഓക്കെയാണോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4% എന്നുള്ളത് നിങ്ങളുടെ നിന്ന് ഒറ്റടി കട്ട് ചെയ്യില്ല. നിങ്ങളുടെ നിന്ന് 0.75 മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ബാലൻസ് ഉള്ള 3.25 ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തു തരും. ഓക്കെ, അപ്പോ ESI കാൽക്കുലേഷൻ കഴിഞ്ഞു. നമുക്ക് ഇനി ബെനിഫിറ്റുകൾ നോക്കാം. എന്തൊക്കെയാണ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകളായിട്ട് നിങ്ങൾക്ക് തരുന്ന ബെനിഫിറ്റുകൾ? നിങ്ങളിങ്ങനെ ESIനകത്ത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ESICയുടെ ഒരു കമ്പനി ഉണ്ടല്ലോ, കോർപ്പറേഷൻ ഉണ്ടല്ലോ, ആ കോർപ്പറേഷൻ നിങ്ങൾക്ക് തരുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെഡിക്കൽ ബെനിഫിറ്റ്. ഓക്കെ, ഓരോ ബെനിഫിറ്റ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് മെഡിക്കൽ ബെനിഫിറ്റ്. നമ്മളൊരു 5 ബെനിഫിറ്റ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് പറയുന്ന മെഡിക്കൽ ബെനിഫിറ്റ്. മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു മെഡിക്കൽ ആവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയി, ESIയുടെ ഹോസ്പിറ്റലിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ESI നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ ചെലവ്, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയുടെ ചെലവ് കൂടി കംപ്ലീറ്റ്ലി ഒരു ലിമിറ്റ് അവിടെ പറയുന്നത്. ദർ ഇസ് നോ ലിമിറ്റ് ഹൗ മച്ച് ആൻ ഇൻഷുർഡ് പേഴ്സൺ ഓർ ഫാമിലി ക്യാൻ സ്പെൻഡ് ഓൺ ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇൻഷുർഡ് പേഴ്സൺ എന്ന് വെച്ചാൽ നിങ്ങളെയാണ് ഇൻഷുർഡ് പേഴ്സൺ എന്ന് പറയാം. നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് ആ ഒരു ESIനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ഇല്ലേ, അവരെ പറയുന്നതാണ് ഇൻഷുർഡ് പേഴ്സൺ.
അവരെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ആയിട്ട് IP എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫയലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ IP എന്നായിരിക്കും കാണാൻ പോകുന്നത്. IP എന്ന് വെച്ചാൽ ഇൻഷുർഡ് പേഴ്സൺ, ആ എംപ്ലോയീസിനാണ് നമ്മൾ IP എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മളുടെ ഫാമിലി ഉണ്ടല്ലോ, അവരെ ഡിപ്പെൻഡന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോ IP ഇൻഷുർഡ് പേഴ്സന്റെ മാത്രമല്ല, ഇൻഷുർഡ് പേഴ്സന്റെ ഫാമിലിക്കും എന്താണ് ചികിത്സകൾക്ക് നോ ലിമിറ്റ് ഒന്നുമില്ല, ഫുൾ എന്താണ് ESIC വഹിച്ചോളും. ഓക്കെ, അപ്പൊ മെഡിക്കൽ ബെനിഫിറ്റ് ആണ് എന്ന് വെച്ചാൽ വലിയ വലിയ ഇതൊന്നുമല്ല. ചെറിയ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ടോ എന്തെങ്കിലും ഇപ്പൊ ഒരു എന്തെങ്കിലും ടെസ്റ്റിങ്ങിനോ എന്തെങ്കിലും എക്സ്റേ എടുക്കാനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകളെല്ലാം എന്താണ് മെഡിക്കൽ എക്സ്പെൻസുകളെല്ലാം ESI വഹിച്ചോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു കമ്പനി എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ സിക്നസ് ബെനിഫിറ്റ്, നമുക്ക് എന്തെങ്കിലും പനി പിടിച്ചിട്ടൊക്കെ പോവാണെന്ന് വെച്ചോ, പനി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു രോഗം പിടിച്ചു എന്ന് വെച്ചോ, ചെറിയൊരു രോഗം പിടിച്ചിട്ട് നമ്മളിപ്പോ കുറച്ച് ദിവസം ലീവ് എടുത്തു, ഒരു 30 ദിവസം ലീവ് എടുത്തു. ഓക്കെ, ചെറിയൊരു ഒരു 90 ദിവസം വരെ മാക്സിമം പോവാം, 30 അല്ലെങ്കിൽ 90 ദിവസം വരെ മാക്സിമം പോവാം. എത്ര ദിവസം വേണമെങ്കിൽ ലീവ് എടുക്കാം, പക്ഷെ 91 ദിവസം വരെ സിക്നസ് ലീവ് എടുക്കാൻ പറ്റും. അങ്ങനെ സിക്നസ് ലീവ് എടുക്കുകയാണെങ്കിൽ ഡോക്ടറുടെ കൃത്യമായിട്ടുള്ള എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മളുടെ സാലറിയുടെ 70% ക്യാഷ് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾക്ക് സാലറി ആയിട്ട് നമ്മളുടെ നേരത്തെ മെഡിക്കൽ ബെനിഫിറ്റ് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു, ആ ഒരു ESICയുടെ കാർഡ് വെച്ചിട്ട് അതിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. സിക്നസ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ക്ലെയിം അല്ല, നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടും. എനിക്ക് വയ്യ, എനിക്ക് കമ്പനിയിൽ പോകാനായിട്ട് പറ്റുന്നില്ല, ഒട്ടും വയ്യ, എന്റെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ലീവ് എടുക്കണം, ഒരു 30 ദിവസത്തേക്ക് ലീവ് എടുത്തോളൂ എന്നാ പറഞ്ഞു. ഒട്ടും എനിക്ക് എന്താണ് അനങ്ങാൻ പോകാനും പറ്റാത്ത അത്രയും എനിക്ക് രോഗം പിടിച്ചേക്കാണ്. അപ്പൊ എനിക്ക് എന്താണ് ആ 30 ദിവസത്തെ സാലറി എത്രയാണോ അതിന്റെ 70% എനിക്ക് അക്കൗണ്ടിലേക്ക് കയറും, ക്യാഷ് ആയിട്ട് കിട്ടും. 70% ക്യാഷ് ആയിട്ട് കിട്ടും. സിക്നസ് ബെനിഫിറ്റ് ക്യാഷ് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്, 70% സാലറി എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഗ്രോസ് വേജസ് എന്നുള്ള രീതിയിൽ അതിന്റെ 70%. അത് 91 ദിവസം വരെ എനിക്ക് അങ്ങനെ ലീവ് എടുത്തിരിക്കാൻ പറ്റും, അതിൽ കൂടുതൽ ഇരിക്കാൻ പാടില്ല. അത്രയും നാൾ വരെ അവർ 70% തരുള്ളൂ, ഫ്രീ ആയിട്ട് 70% കിട്ടിയില്ലേ, പണിയെടുക്കണ്ട, നമുക്ക് എന്താണ് 70% സാലറിയും കിട്ടും. ഓക്കെ, അപ്പോൾ ലീവ് എടുക്കുകയാണെങ്കിൽ സിക്നസ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, 70% ആണ്. 91 ഡേയ്സ് വരെ അത് പോകാൻ പറ്റും. 91 ഡേയ്സിന് മുകളിലുള്ള വലിയ വലിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ, രണ്ടാമത്തെ പോയിന്റില് ഫസ്റ്റ് ബെനിഫിറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ ബെനിഫിറ്റ് അതിനകത്ത് വേറെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് രണ്ടാമത്തേന് സബ് പോയിന്റ് ആണ്. ഈ സിക്നസ് ബെനിഫിറ്റ് തന്നെ 2 രീതിയിലുണ്ട്. എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്. എക്സ്റ്റെൻഡഡ്, എൻഹാൻസ്ഡ് ഫുൾ എഴുതണ്ട, ചെറുത് ആവശ്യത്തിനുള്ളത് മാത്രം ചെയ്യാതെ. എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 91 ദിവസം വരെ സിക്നസ് ബെനിഫിറ്റ് ഓക്കെ. ചില രോഗങ്ങളുണ്ട്, ഈ ക്യാൻസർ ടി ബി ഒക്കെ പോലുള്ള വലിയ വലിയ രോഗങ്ങളുണ്ട്. അപ്പോൾ വലിയ വലിയ അധികം ദിവസങ്ങൾ നമ്മൾ എന്താണ് ലീവ് എടുത്തിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള കേസിനകത്ത്, അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു 34 ലിസ്റ്റഡ് ആയിട്ടുള്ള ഡിസീസസ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ ഇൻഷുർഡ് പേഴ്സൺ വരുവാണെങ്കിൽ, IP വരുവാണെങ്കിൽ, ഇൻഷുർഡ് പേഴ്സൺ വരുവാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. 70% എന്നുള്ളത് 80% ആയി മാറുന്നുണ്ട്. വലിയ വലിയ രോഗങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അവിടെ വരുന്നത് 80% വേജസ് ആണ് നമുക്ക് കിട്ടുന്നത്, 80%. അപ്പൊ എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ക്യാൻസർ TB പോലുള്ളത് അത് ഡോക്ടർ പറയും എത്ര നാള് ഇങ്ങനെ രോഗം ലീവ് എടുക്കേണ്ടി വരും, അതിന്റെ 80% സാലറിയുടെ 80% നമുക്ക് എന്താണ് വേജസ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് അത് ഫുൾ വേജസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, ഫുൾ വേജസ് കിട്ടും. എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോ സ്റ്റെറിലൈസേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നമുക്ക് ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ 7 ദിവസമോ 14 ദിവസമോ അങ്ങനെ അത്രയും ദിവസം വരെ നമുക്ക് എന്താണ് ലീവ് എടുത്തിട്ട് പോകാൻ പറ്റും. അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു മെയിലിന് 7 ഡേയ്സും ഫീമെയിലിന് 14 ഡേയ്സും ആയിരിക്കും. സ്റ്റെറിലൈസേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫുൾ എമൗണ്ട് നമുക്ക് വേജസ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഫുൾ എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോ എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് രണ്ടും വരുന്നത് സിക്നസ് ബെനിഫിറ്റിനകത്താണ്. ചെറിയ വല്ല പനിയൊക്കെ ആണെങ്കിൽ എനിക്ക് 70% കിട്ടുന്നത്, ഒരു 90 ദിവസം വരെ ലീവ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ്, വലിയ വലിയ രോഗങ്ങളാണെങ്കിൽ അവിടെ ക്യാൻസർ ഒക്കെ പോലുള്ള ആണെങ്കിൽ 80% നമുക്ക് വേജ് കിട്ടുന്നുണ്ട്. എൻഹാൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഫുൾ വേജസ് കിട്ടും, അതൊരു 7 to 14 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നോക്കാം. എക്സ്റ്റൻഡഡ് എൻഹാൻസ്ഡും എഴുതാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, എഴുതി കഴിയുമ്പോൾ ഒരു തംസ് ഇട്ടാലും മതി.
ഓക്കെ, അപ്പോ നെക്സ്റ്റ് എടുക്കാം. നമുക്ക് ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇപ്പൊ 2 നോക്കിയിട്ടുള്ളൂ, 2 ബെനിഫിറ്റ് നോക്കിയിട്ടുള്ളൂ. മൂന്നാമത്തെ ബെനിഫിറ്റ് വുമൻസിന് കുറച്ചും കൂടി നല്ലതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഓക്കെ, മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഇപ്പൊ നമ്മളൊരു എംപ്ലോയ്മെന്റിൽ കയറി, ഓക്കെ, ജോലിക്ക് കയറി, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അതുകൊണ്ട് എഴുതിക്കും. നമ്മളൊരു ജോലിക്ക് കയറിയിട്ട് ESIനകത്ത് രജിസ്റ്റർ ചെയ്തു എന്ന് വെച്ചോ. നമ്മൾ ആദ്യമായിട്ടാണ് ESIയിൽ കയറുന്നത്. അപ്പൊ ESIയിൽ രജിസ്റ്റർ ചെയ്തു. ആ ജോലി സ്ഥലത്ത് ESIയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 70 ദിവസമെങ്കിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. 70 ദിവസമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവണം. 70 ഡേയ്സ്. 70 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ്, നമുക്ക് എന്താണ്, ഒരു 26 ആഴ്ചയുടെ പ്രഗ്നൻസി ലീവ് കിട്ടും. ഓക്കെ, അപ്പോ നോട്ട് ചെയ്ത് നോക്കാം. 70 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ESIയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് 70 ദിവസത്തെ കോൺട്രിബ്യൂഷൻ ഡേയ്സ് ആണ്. കോൺട്രിബ്യൂഷൻ ഡേയ്സ് എന്ന് വെച്ചാൽ ESIയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡേയ്സ് ആയി. 70 ദിവസമെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു ലീവ് എടുക്കുന്നതിന് മുന്നേ 70 ദിവസം, ഓക്കെ, ലീവ് എടുക്കുന്നതിന് മുന്നേ 70 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 26 ആഴ്ച പ്രഗ്നൻസി ലീവ് കിട്ടും. 26 ആഴ്ച. അത് നമുക്ക് വേണമെങ്കിൽ ബർത്തിന് മുന്നേ ആയിട്ടും ബർത്തിന് കഴിഞ്ഞിട്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് എടുക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത് 8 ആഴ്ച ബർത്തിന് മുന്നേയും ബാക്കി 18 ആഴ്ച ബർത്ത് കഴിഞ്ഞിട്ട്, അങ്ങനെ എന്തോ ഞാൻ ഇവിടെ വായിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമുക്കൊന്ന് എടുക്കാം. അതിന്റെ എനിക്ക് ജസ്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടാനുണ്ട്, അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. 26 ആഴ്ച എന്തായാലും കിട്ടും. അത് നമുക്ക് ബർത്തിന് മുന്നേ എന്തായാലും ഒരു ഡെലിവറി എക്സ്പെക്ടേഷൻ ഡേറ്റ് ഉണ്ടാവുമല്ലോ, അതിന് മുന്നേ ഒരു 8 ആഴ്ചയും അത് കഴിഞ്ഞിട്ട് 18 ആഴ്ചയും വെച്ചിട്ടാണ് റെഗുലർ ആയിട്ട് എല്ലാവരും കൊടുക്കുന്ന ലീവ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമായിരിക്കും അത്. ഓക്കെ, അപ്പൊ 26 ആഴ്ചയാണ് പ്രഗ്നൻസി ലീവ് പറയുന്നത്. ഇൻ കേസ് അതിപ്പോ കുട്ടി ജനിച്ചാലും ജനിച്ചില്ലെങ്കിലും 26 ആഴ്ചത്തെ ലീവ് അവിടെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ഒരു ലീവ് 1 മാസം. ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി ഒക്കെ ഉണ്ടാവില്ലേ, കോംപ്ലിക്കേഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുവാണ്, മെഡിക്കൽ അഡ്വൈസ് കിട്ടി, നിങ്ങൾക്ക് കുറച്ച് ഇപ്പോ ജോലിക്ക് കയറാനൊന്നും പറ്റുന്നില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി റെസ്റ്റ് വേണമെന്ന് പറയുവാണെങ്കിൽ 1 മാസവും കൂടി അതിന്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. 1 മാസം എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 4 ആഴ്ചത്തേക്ക് അവിടെ കിട്ടും. 26 + 4 30 വീക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 30 വീക്സ് കിട്ടുന്നുണ്ട്. വെറുതെ ലീവ് അല്ല, ഫുൾ വേജസോടെ ഉള്ള ലീവാണ്. വേജസ് ഫുൾ ആയിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് കിട്ടുന്ന പോയിന്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 ദിവസം വർക്ക് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീവ് എടുക്കേണ്ട പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 36 ആഴ്ചയാണ്. എക്സ്ട്രാ 1 മന്ത് കൂടി ലീവ് കിട്ടും. വേജസ് എന്നുള്ളത് ഫുൾ വേജസ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറും. ഓക്കെ, ഒരു 4 പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി, അല്ലാതെ ഫുൾ ആയിട്ട് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം മതി. $26 വീക്സ്, 1 മന്ത് എക്സ്ട്രാ കിട്ടും. 70 ഡേയ്സ് വർക്ക് ചെയ്തിരിക്കണം. ഫുൾ വേജസ് ആണ്. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ ഒരു തംസപ്പ് ഇടണേ. ഇതൊക്കെയാണോ എല്ലാവർക്കും? ഇതാവട്ടെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. പ്രാക്ടിക്കൽ കുറച്ചധികം ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എത്രാമത്തെയാണ്? നാലാമത്തെ പോയിന്റ്, നാലാമത്തെ ബെനിഫിറ്റ് ആണ് ഡിപ്പെൻഡന്റ് ബെനിഫിറ്റ്. ഡിപ്പെൻഡന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആരായിരുന്നു ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോൾ? നമ്മളുടെ ഫാമിലി ഉണ്ടല്ലോ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഫാമിലി ഉണ്ട്. അച്ഛൻ, അമ്മ, ഇനിയിപ്പോ ഹസ്ബൻഡ്, വൈഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, അവരുടെ മക്കള്, ഇതൊക്കെ ഡിപ്പെൻഡന്റാ. ബ്രദർ, സിസ്റ്റർ ഒന്നും ഡിപ്പെൻഡന്റിനകത്ത് വരില്ല കേട്ടോ, അവര് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, ബ്രദർ, സിസ്റ്റർ ഒന്നും വരില്ല. അച്ഛനമ്മ, പിന്നെ മക്കള്, ഹസ്ബൻഡ്, വൈഫ് ഉണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോ അവരാണ് നമ്മൾ ഡിപ്പെൻഡന്റ് എന്ന് പറയാം. ഈ ഒരു കേസ് പറഞ്ഞു ഡിപ്പെൻഡന്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതെന്ന് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇത് കുറെ ഉണ്ട്, നിങ്ങൾ ഇത്രയൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മരിച്ചു പോവാണെങ്കിൽ, ഓക്കെ, എംപ്ലോയീസിന്റെ കേസ് ഓഫ് ഡെത്ത്, നമ്മളെ ഇൻഷുർഡ് പേഴ്സൺ മരിച്ചു പോയാൽ, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ബെനിഫിറ്റ് കിട്ടും. നമ്മുടെ സാലറിയുടെ 90% കോമ്പൻസേഷൻ ആയിട്ട് മന്ത്ലി സാലറി ആയിട്ട് കിട്ടുന്നത് ഡിപ്പെൻഡന്റിനായിരിക്കും. ഓക്കെ, നമ്മളുടെ സാലറിയുടെ 90% കിട്ടുന്നത് ഡിപ്പെൻഡന്റ് ആയിരിക്കും. മരിച്ചു പോയാൽ 90% ഡിപ്പെൻഡന്റ് കിട്ടും. അത്രയും മാത്രം മതി. എംപ്ലോയ്മെന്റിന്റെ സമയത്ത് പോയാലാണ്, അല്ലാതെ വേറെ എന്തെങ്കിലും വന്നിട്ടല്ല. എംപ്ലോയ്മെന്റിന്റെ സമയത്ത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആൾക്ക് 90% ആളുടെ വീട്ടുകാർക്ക് കിട്ടും. ഇവിടെ പറയുന്നുണ്ട്, such death however must occur in the course of employment, injury or an occupational hazard. എംപ്ലോയ്മെന്റ് ഇഞ്ചുറി വന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നിട്ടോ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും പറ്റി മരിച്ചു പോവുകയാണെങ്കിലാണ് ഈ ഒരു
ഡിപ്പെൻഡന്റിന് ആ ഒരു ബെനിഫിറ്റ് കിട്ടും. എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഞ്ചുറി കിട്ടി, ആ ഇഞ്ചുറി താങ്ങാൻ പറ്റുന്നില്ല, കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആള് ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കാം. നമ്മൾക്ക് എംപ്ലോയ്മെന്റിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു ഇപ്പൊ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇഞ്ചുറി പറ്റാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, മെഷീൻസ് ഒക്കെ കുറെ ഉള്ളതാണ്. അപ്പൊ ഒരു എംപ്ലോയ്മെന്റിന്റെ കേസിനകത്ത് എംപ്ലോയ്മെന്റിൽ ഇരിക്കെ അവിടുത്തെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇഞ്ചുറി പറ്റാറുണ്ട്. ടെമ്പററി ആയിക്കോട്ടെ, പെർമനന്റ് ആയിക്കോട്ടെ. അങ്ങനെ ഇഞ്ചുറി പറ്റുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് അവിടെ കിട്ടും. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ഈ ഫസ്റ്റത്തെ ഒരു പോയിന്റ് എഴുതിയാൽ മതി. ഡിസേബിൾമെന്റ് ഡ്യൂ ടു ആൻ എംപ്ലോയ്മെന്റ് ഇഞ്ചുറി, അത്ര മാത്രം മതി. അവിടെ ഒരു ബെനിഫിറ്റ് കിട്ടും. അത് രണ്ട് തരത്തിലുണ്ട്, ടെമ്പററി ആവാം, പെർമനന്റും ആവാം. എംപ്ലോയ്മെന്റിന്റെ സമയത്ത് ഒരു ഇഞ്ചുറി കിട്ടുകയാണ്, അത് നമുക്ക് ടെമ്പററി ആവാം, പെർമനന്റ് ആവാം. രണ്ട് കേസിനകത്തും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ടെമ്പററി ആണെങ്കിൽ ആ അഞ്ചാമത്തെ പോയിന്റിനകത്ത് വരുന്ന സബായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. അഞ്ചാമത്തെ ബെനിഫിറ്റിന്റെ തന്നെ സബായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ടെമ്പററി ഡിസേബിൾമെന്റ് ഉണ്ട്, പെർമനന്റ് ഡിസേബിൾമെന്റ് ഉണ്ട്. ടെമ്പററി എന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ വർക്ക് ചെയ്യുകയാണ്, ഞാൻ വർക്ക് ചെയ്തപ്പോ എന്താ എന്റെ ഒരു ഫാക്ടറിയിലെ ഒരു ഫാക്ടറിയിൽ എന്തോ പണിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ അവിടെ വീണു, എന്റെ കൈ ഒടിഞ്ഞു. ഓക്കെ, ടെമ്പററിയാ, ഒരു 3 മാസത്തോളമെങ്കിലും എനിക്ക് എന്താണ് റെസ്റ്റ് എടുക്കേണ്ടി വരും, റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോ ചുരുങ്ങിയത് എന്തായാലും ഒരു 1.5 മാസത്തോളം എന്തായാലും റെസ്റ്റ് എടുക്കേണ്ടി വരും, കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എത്ര നാളാണ് കൈ ഒടിഞ്ഞിരിക്കുന്നത്, ആ ഒരു ടെമ്പററി ഡിസേബിൾമെന്റ് വരാം, അതിന്റെ സാലറിയുടെ 90% എനിക്ക് എന്താണ് ക്രെഡിറ്റ് ആയിക്കോളും. ഡിസേബിൾമെന്റ് എത്ര നാൾ വരെയാണോ അത്രയും നാൾ വരെ നമുക്ക് 90% കിട്ടും. ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയം വരെ നമുക്ക് കിട്ടും. ടെമ്പററി ആണ്, ചിലപ്പോൾ അത് ഒരു ലിമിറ്റ് ഒന്നും പറയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ 91 ദിവസം അങ്ങനെ ലിമിറ്റ് ഒന്നും പറയുന്നില്ല. ഇവിടെ എന്താണ് നമ്മൾക്ക് ഒരു കൈയും കാലൊക്കെ ഒടിഞ്ഞ്, അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ നേരെയാവും. അപ്പൊ അത്രയും നാൾ നമുക്ക് സാലറി കിട്ടും, 90% ആണ് കിട്ടുക. ഫുൾ സാലറി കിട്ടില്ല, 90% കിട്ടും. ഇനി അവിടെ വേറൊരു കേസ് പറയുന്നുണ്ട്, പെർമനന്റ് ആണെങ്കിൽ ഇനിയിപ്പോ അത് ഡോക്ടർ അഡ്വൈസ് ചെയ്തു, നിങ്ങൾക്ക് ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ഇഞ്ചുറി ആണെങ്കിൽ നമുക്ക് ജോലിക്ക് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇഞ്ചുറിയുടെ ആഘാതം നോക്കിയിട്ടായിരിക്കും അവിടെ കോമ്പൻസേഷൻ കൊടുക്കുക. ആ ഒരു ഇഞ്ചുറിയുടെ ആഘാതം നോക്കിയിട്ടായിരിക്കും, അത് എക്സാമിൻ ചെയ്തിട്ടായിരിക്കും അതിന്റെ കോമ്പൻസേഷൻ നിശ്ചയിക്കുക. അത് എത്രയാണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. ആ ഇഞ്ചുറി എന്ത് ഇഞ്ചുറി ആണോ അതിന്റെ ആഘാതം അനുസരിച്ചിട്ടായിരിക്കും, ഡോക്ടറൊക്കെ പറയുന്ന ഒരു ഡിസിഷൻ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോ ഇവിടെ വരുന്ന രണ്ട് കാര്യങ്ങളാണ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റിൽ വന്ന രണ്ട് കാര്യങ്ങളാണ്, ഡിപെൻഡന്റ് ബെനിഫിറ്റും ഡിസേബിൾമെന്റ് ബെനിഫിറ്റും. ഓക്കെ, അതൊന്നും എഴുതിയെടുക്കാം. കുറെ എഴുതണ്ട, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. കാരണം ഇതൊന്നും നിങ്ങൾ വായിച്ചു പഠിക്കാൻ പോകുന്നില്ല, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇതൊക്കെ. ഓക്കെ, നമ്മൾ അവെയർ ആയിട്ടിരിക്കാം. നമ്മൾക്ക് ESI ഉള്ളൊരു ഹോസ്പിറ്റലാണെങ്കിൽ കുറെ പേര് ഇതൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. ഓക്കെ, നമുക്ക് അറിയില്ല, നമുക്ക് കുറെ പേർക്ക് ഇതിനെ പറ്റിയുള്ള അറിവൊന്നുമില്ല, കുറെ പേര് യൂസ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കാം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അതർ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ രണ്ട് അതർ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 5 അല്ലാതെ വേറെ കുറച്ച് അതർ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതർ ബെനിഫിറ്റ് ഈ 5 അല്ലാതെ അതർ ബെനിഫിറ്റ് ആണ് ഫ്യൂണറൽ ബെനിഫിറ്റ്. നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഒന്ന് മരിച്ചു എന്ന് വെച്ചോ, ഓക്കെ, അവിടെ ഒരു 10,000 രൂപ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കും. ഫ്യൂണറൽ ബെനിഫിറ്റ് 10,000 ടു ഫാമിലി. ഓക്കെ, അത്ര മാത്രം മതി. നമ്മളുടെ അവസാന ചടങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് ഒരു 10,000 രൂപ നമ്മളുടെ ഫാമിലിക്ക് കിട്ടും. ഡിപ്പെൻഡന്റിനാണ് അത് കിട്ടുന്നത്. IP മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡന്റിന് കിട്ടും 10,000 റുപ്പീസ്. പിന്നെ വേറൊരു കേസും കൂടി പറയുന്നുണ്ട്, ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ. നമ്മളിപ്പോ എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചോ, എംപ്ലോയ്മെന്റിന്റെ സമയത്ത് എന്റെ കൈ ഒടിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൈ ഒടിഞ്ഞു, ഇപ്പൊ സർജറി വേണമെന്ന് പറഞ്ഞു, സർജറിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് റീഹാബിലിറ്റേഷൻ ഉണ്ടാവും, ഫിസിയോതെറാപ്പി ഉണ്ടാവും. കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും ഫിസിയോതെറാപ്പി ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന് നമുക്ക് ഡെയിലി എമൗണ്ടാ. ഓക്കെ, ഞാൻ എന്റെ ഒരു 3 years ബാക്ക് എന്റെ കാലിനൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, ലിഗ്മെന്റ് പോയതായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ESI ഒന്നും ഉണ്ടായില്ലായിരുന്നു. ആ ലിഗ്മെന്റ് പോയിട്ട് അതിന്റെ സർജറി കഴിഞ്ഞിട്ട് ഡെയിലി ഫിസിയോതെറാപ്പിക്ക് വരുന്ന ഡെയിലി അന്ന് 300 രൂപയായിരുന്നു. ഡെയിലി 300 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. അത് അത്യാവശ്യം നല്ല ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ് വലിയ വലിയ എമൗണ്ട് ആയിരിക്കും. പ്രൈവറ്റ് സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം വലിയൊരു സ്ഥലങ്ങളൊക്കെ കാണിക്കുവാണെങ്കിൽ നല്ല വലിയ എമൗണ്ട് വരും. 1,500 രൂപയൊക്കെ ഡെയിലി മിനിമം എന്തായാലും വേണ്ടി വരും. ഇത്രയും ഒരു മാസം 2 മാസം എന്തായാലും പോകേണ്ടി വരും. ഡെയിലി 500 വെച്ചിട്ട് 2 മാസം കൊടുക്കാൻ നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല.
അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ESIയിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. എന്താണ്? റീഹാബിലിറ്റേഷന് വേണ്ടിയുള്ള ബെനിഫിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അത് കൊടുക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം. ദിസ് ഈസ് ജനറലി പേയബിൾ ടു പെർമനന്റ്ലി ഡിസേബിൾഡ് എംപ്ലോയീസ്. പെർമനന്റ്ലി ഡിസേബിൾഡ് എംപ്ലോയീസിനകത്താണ് എംപ്ലോയിക്കാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഇത്രയും ബെനിഫിറ്റുകളാണ് നമുക്ക് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഓക്കെ ആണോ? ജസ്റ്റ് എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്നും കൂടി ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ESI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് പറഞ്ഞുതരാം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. അത് വർക്ക് ചെയ്യുന്നത് ESI ആക്ട് പ്രകാരമാണ്. 1948 ആണ് ആക്ട് വരുന്നത്. അത് നമുക്ക് എന്താണ് കുറെ ബെനിഫിറ്റുകൾ കിട്ടും. ഹെൽത്ത് കെയർ ബെനിഫിറ്റുകൾ കുറെ കിട്ടും, ഡിസേബിൾമെന്റ് ബെനിഫിറ്റുകൾ കിട്ടും, ടെമ്പററി ആയിക്കോട്ടെ പെർമനന്റ് ആയിക്കോട്ടെ ബെനിഫിറ്റുകൾ കുറെ കിട്ടും. അത് ക്യാഷ് ആയിട്ടും കിട്ടും നമുക്ക്, അല്ലെങ്കിൽ അത് ക്ലെയിം ചെയ്തെടുക്കാനും പറ്റും. അതിനകത്ത് പറയുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് കവേർഡ് യൂണിറ്റ് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ ഈ ഒരു ESIനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനികളുടെ എലിജിബിലിറ്റി കവേർഡ് യൂണിറ്റ് ആയിരിക്കണം. കവേർഡ് യൂണിറ്റ് ആവണമെങ്കിൽ 10ൽ കൂടുതൽ എംപ്ലോയീസ് വേണം. ഓക്കെ, 10ൽ കൂടുതൽ എംപ്ലോയീസ് വേണം. അപ്പൊ എംപ്ലോയീസിനെ നമുക്കിപ്പോ അവരെങ്ങനെ എലിജിബിൾ ആവണമെന്ന് അറിയണമെങ്കിൽ ആ എംപ്ലോയീസിന് 21,000-ൽ താഴെ ആയിരിക്കണം സാലറി. ഗ്രോസ് വേജസ് എന്ന് പറയുന്നത് 21,000-ൽ താഴെ ആയിരിക്കണം. ഓക്കെ, 21,000-ൽ താഴെയാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്തു. ഡിഡക്ട് ചെയ്യുന്നത് 4%. എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നത് 0.75 എംപ്ലോയറുടെ കയ്യിൽ നിന്ന് 3.25 ആണ്. ഇത് നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടത് ഇപ്പൊ ഈ ഒരു 600 രൂപ എന്നല്ലോ, 600 രൂപ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടത് നെക്സ്റ്റ് മാസം, അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിലാണ്. ഈ മാസം ഡിഡക്ട് ചെയ്താൽ അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ ഗവൺമെന്റിലേക്ക് റെമിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ TDS ഒക്കെ കൊടുക്കുന്ന പോലെ. TDS എന്തായിരുന്നു? അടുത്ത മാസം 7-ാം തീയതിക്കുള്ളിലായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ ഈ 600 രൂപ കൊടുക്കണം. ഇത് ഒരു എംപ്ലോയിയുടെ കണക്കാണ്. അങ്ങനെ 10 കൂടുതൽ എംപ്ലോയി ഉണ്ടാവും. അപ്പൊ അവരുടെ എല്ലാവരുടെയും കൊടുത്തിരിക്കണം. ഓക്കെ, അവിടെ ബെനിഫിറ്റ് കിട്ടുന്നത് മെഡിക്കൽ ബെനിഫിറ്റ് കിട്ടും. നമ്മളുടെ എല്ലാ ചെലവുകളും എന്താണ് ഗവൺമെന്റ് ആ ഒരു ESI ഹോസ്പിറ്റലിൽ വഹിച്ചോളും. ചെറിയ ചെറിയ കുറെ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ, മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ. നമ്മളുടെ മാത്രമല്ല ഫാമിലിയുടെയും. സിക്നസ് ബെനിഫിറ്റ് കിട്ടും. 91 ദിവസത്തിൽ താഴെ നമുക്ക് 70% നമ്മുടെ സാലറിയോട് കൂടിയുള്ള ലീവ് കിട്ടും. എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, എൻഹാൻസ്ഡ് ഉണ്ട്. എക്സ്റ്റൻഡഡ് എന്ന് പറയുമ്പോൾ വലിയ വലിയ രോഗങ്ങൾ, ഓക്കെ, ക്യാൻസർ പോലെയുള്ള TB ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങളാണെങ്കിൽ അതനുസരിച്ചിട്ട് 80%. എൻഹാൻസ്ഡ് എന്ന് പറയുമ്പോൾ സ്റ്റെറിലൈസേഷൻ ഒക്കെ രോഗത്തിന് ചികിത്സക്ക് പോവുകയാണെങ്കിൽ 7 to 14 ദിവസം വരെ നമുക്ക് എന്താണ് ഫുൾ വേജസ് കിട്ടും. പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് 26 ആഴ്ചയാണ്, 70 ദിവസം വർക്ക് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ 1 മാസം കൂടി എക്സ്ട്രാ കിട്ടും. ഫുൾ വേജസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്ന കാര്യം. പിന്നെ ഡിപ്പെൻഡന്റ് ബെനിഫിറ്റ് പറഞ്ഞു, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് പറഞ്ഞു. ഡിപ്പെൻഡന്റിന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡന്റിന് 90% സാലറി കിട്ടും. നമ്മൾ എംപ്ലോയ്മെന്റിലിരിക്കെ അവിടെ ഒരു കോഴ്സ് കാരണം, അവിടുത്തെ ഒരു ഇഞ്ചുറി കാരണം മരിച്ചു പോവുകയാണെങ്കിലാണ് ആ ഒരു 90% സാലറി കിട്ടാം. ഡിപ്പെൻഡന്റിനായിരിക്കും കിട്ടുന്നത്, നമ്മുടെ ഫാമിലിക്ക് കിട്ടും. പിന്നെ ഡിസേബിൾമെന്റ് എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റിലിരിക്കെ നമ്മൾക്ക് എന്തെങ്കിലും ടെമ്പററിയോ പെർമനന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റുവാണെങ്കിൽ അതിന്റെ ചെലവും എന്താണ് ESI വഹിച്ചോളും 90%. പിന്നെ പെർമനന്റ് ആണെങ്കിൽ ഡോക്ടർ പറയുന്നത് പോലെ അതിന്റെ ആഘാതം നോക്കിയിട്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതർ ബെനിഫിറ്റ് എന്നുള്ള രീതിയാണ് ഫ്യൂണറൽ എക്സ്പെൻസ് കിട്ടും. 10,000 രൂപയാണ് നമ്മളുടെ ഫാമിലിക്ക് കിട്ടും. അതേപോലെ തന്നെ ഫിസിയോതെറാപ്പി പോലുള്ള റീഹാബിലിറ്റേഷൻ, ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ പോവുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റും കിട്ടും. പെർമനന്റ് ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ആ ബെനിഫിറ്റ് കിട്ടുക. ഇത്രയും ഓക്കെയാണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ എഴുതിയിട്ടുള്ളതൊക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാണ്. ഓക്കെ, നമുക്കിനി ഒന്ന് പ്രാക്ടിക്കലിലേക്ക് പോവാം. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലിലേക്ക് പോവാം. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഒരു പുതിയ എംപ്ലോയി നമ്മളുടെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ അവരെ നമ്മൾക്ക് എങ്ങനെ ESIനകത്ത് രജിസ്റ്റർ ചെയ്യാം? ഇതുവരെ അവർക്ക് ESIനകത്ത് ഇല്ലായിരുന്നു. നമുക്ക് എങ്ങനെ അവരെ രജിസ്റ്റർ ചെയ്യാം? അത് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് ബോർഡിനകത്താണ് ഇതും ചെയ്യുന്നത്. അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ പ്രസന്റ് ചെയ്ത് തരാം. പ്രാക്ടീസ് സ്പോട്ട് എടുക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, പ്രാക്ടീസ് സ്പോട്ട് എടുത്തു. പ്രാക്ടീസ് സ്പോട്ടിനകത്ത് നമുക്ക് ESI അടിച്ചു കൊടുക്കാം. ഇവിടെ ESI മാത്രം മതി. ഓക്കെ, ESI മാത്രം എടുക്കാം. അപ്പൊ നമുക്ക് ആകെ ESI എന്ന് പറയുന്നത് ഒരു 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, ഫയൽ ചെയ്യാനായിട്ടും അല്ലാത്തത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫയലിംഗ് പിന്നെ പഠിക്കാം. ESI എങ്ങനെയാണ് നോക്കാം, ഒരു എംപ്ലോയിനെ ആഡ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർടെക് എന്ന് പറയുന്ന ഒരു കമ്പനി. സ്റ്റാർടെക് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു റോഹൻ കുമാർ എന്ന് പറയുന്ന ഒരു എംപ്ലോയിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് കൊടുക്കാം.
ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അതിനകത്ത് ഞാനിപ്പോ ഒരു പുതിയൊരു ഫോൾഡർ അടിച്ചിട്ടേക്കാം. ഓക്കെ, ഫോൾഡർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നേരിട്ടാലും മതി. എന്താ സ്റ്റാർടെക് എന്ന് പറഞ്ഞിട്ട് നേരെ ഇടും. കാരണം ഇതിനകത്ത് യൂട്ടിലിറ്റി ഫയൽ ഒന്നുമില്ല. നമ്മൾ നേരെ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്യുന്നു, നേരെ ESI ഫയൽ, ESI സ്റ്റാർടെക് എന്ന് പറഞ്ഞിട്ടൊരു ഡൗൺലോഡ് ചെയ്തു, ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തു. നമ്മൾ നേരെ പോകുന്നത് ESIയുടെ വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തു തരാം. ESIC എന്ന് അതിനെ പറയാം. ESICയുടെ വെബ്സൈറ്റ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് അതിനെ പറയാം. അതിന് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് ആണ് ESIC എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ESIC എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അപ്പൊ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ലോഡ് ആയിക്കോട്ടെ, ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. ഓക്കെ, ഈ വെബ്സൈറ്റിനകത്താണ് നമ്മൾ ഫയലിംഗ് കാര്യങ്ങൾ ചെയ്യാം. ഇതിനകത്ത് ലോഗിൻ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ലോഗിൻ പേജ് വേറെ ഉണ്ട്, അത് എംപ്ലോയി ലോഗിൻ പേജ്, ഇത് ഒഫീഷ്യൽ ആണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇതിന്റെ ലോഗിൻ പേജ് ഇതാണ്. നമുക്ക് ഇത് ഈ സെയിം സാധനമാണ് നമ്മളുടെ കോപ്പി എന്താണ് പ്രാക്ടീസ് പോർട്ടിനകത്തുള്ളത്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ക്ലോസ് ചെയ്തേക്കാം, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നേരെ റൺ കൊടുക്കാം. ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തു, നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട്, റൺ കൊടുക്കാം. അപ്പോൾ സെയിം ഇപ്പൊ കണ്ട സെയിം വെബ്സൈറ്റ് ഇവിടെ കാണാൻ പറ്റും, സെയിം സാധനം തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. ഫസ്റ്റ് തന്നെ ഇവിടെ എന്താണ് യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കാം. യൂസർ നെയിം പാസ്വേഡ് എവിടെ നിന്നാ കിട്ടാം, സ്റ്റാർടെക്കിന്റെ അതിനകത്ത് ഒരു PDF മാത്രമേ ഉണ്ടാവുള്ളൂ. ആ PDF നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. PDF താഴെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, റോഹൻ കുമാറിനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, 2024 ആളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് അവിടെ ജോയിൻ ഡേറ്റ്. യൂസർ നെയിം ഇവിടെ പറയുന്നുണ്ട്, പാസ്വേഡ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫോം ഫില്ല് ചെയ്യാൻ അറിയാലോ. ഫോമുകളൊക്കെ ഫില്ല് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഇപ്പോഴും ഉണ്ടോ? ഫോം ഫില്ല് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ, ബാങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫോം കാണുമ്പോ ഓടിപ്പോന്നെ, പേടിച്ച് ഓടിപ്പോന്ന ടീം ആരെങ്കിലും ഉണ്ടോ? ട്രോളുകളൊക്കെ കണ്ടിട്ടില്ലേ, ചങ്ക് 25 വയസ്സായി ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് കുഴപ്പമില്ല, എളുപ്പമാണ്. ഫീൽഡുകളെല്ലാം തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് നമ്മൾക്ക് ഡാറ്റാസ് എല്ലാം തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയാണ് യൂസർ ID പാസ്വേഡ് ഇവിടെ ഫസ്റ്റ് പറയുന്നുണ്ട്. ആ യൂസർ ID നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, Ctrl+C. കാണുന്നില്ലല്ലോ നിങ്ങൾ? ഓക്കെ ഓക്കെ, എല്ലാവരും കോപ്പി ചെയ്യുക, Ctrl+C. നമുക്ക് ഇത് നേരെ പോയിട്ട് എന്താണ് യൂസർ നെയിം ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ അതിനകത്ത് ലോഗിൻ ക്രെഡൻഷ്യൽസ് ഒക്കെ കിടക്കുന്നുണ്ട്. Ctrl+C പേസ്റ്റ് ചെയ്യാം. പാസ്വേഡും ഇതേപോലെ തന്നെ കോപ്പി ചെയ്യാം. പാസ്വേഡ് കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനിവിടെ കാണിച്ചു തരാം. കുറെ പേർക്ക് ലോഗിൻ ആവാനായിട്ട് എറർ വരും, എനിക്കും വരാറുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ ആ ഒരു സ്പേസ് ഉണ്ടല്ലേ, ആ സ്പേസും കൂടി കൂട്ടി സെലക്ട് ചെയ്യരുത്. കറക്റ്റ് ഐസിന്റെ അവിടെ വരെ കോപ്പി ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആ ക്യാപ്ഷൻ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തായിരുന്നു, 9CD525201. ഓക്കെ, വരുമോ നോക്കാം, വന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്, ഭാഗ്യത്തിന് വന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെയാണ് നമുക്ക്, ഇതാണ് നമ്മളുടെ വെബ്സൈറ്റിനകത്ത് ലോഗിൻ ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയറുടെ ലോഗിൻ ID കയറിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണുന്നത്. നമുക്ക് ഇവിടെ എംപ്ലോയർ എന്നുള്ളൊരു സ്ക്രീൻ ഉണ്ട്, താഴെ എംപ്ലോയി ഉണ്ട്, പിന്നെ മന്ത്ലി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അങ്ങനെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഫസ്റ്റ് കാര്യം നോക്കാനായിട്ടുള്ളത് ആദ്യമേ തന്നെ ഏറ്റവും മുകളിൽ ഒരു സാധനം കാണാൻ പറ്റും. എനിക്ക് ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ക്ലോസ് ചെയ്താലേ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ കാണിച്ചു തരാം, താഴേക്ക് പോകുമ്പോഴും എന്താണ് ഇതിവിടെ തന്നെ കിടക്കുക, ഈ ഒരു ലാസ്റ്റ് ലോഗിൻ ചെയ്തത് ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് താഴെയുള്ളതൊന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിതൊന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം, ഒരു മിനിറ്റ്.
ഓക്കെ, എല്ലാവരും ഒന്ന് വന്നേക്കെ. നമുക്ക് ആദ്യം ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്തായാലും സെലക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പൊ അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം, എൻഡ് അടിച്ചു കളഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഇതേപോലെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു സാധനം വരും. ക്ലോസ് കൊടുക്കാം, അയ്യഗിരി കൊടുക്കാം, വീണ്ടും അയ്യഗിരി കൊടുക്കാം. നമ്മൾ ആ സാധനം പോയി. ഇനി നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു എംപ്ലോയിനെ രജിസ്റ്റർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ എംപ്ലോയി എന്നുള്ളതിന്റെ താഴെ രജിസ്റ്റർ എൻറോൾ ന്യൂ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. രജിസ്റ്റർ എൻറോൾ ന്യൂ എംപ്ലോയി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് പേജ് എടുക്കുക, രജിസ്റ്റർ എൻറോൾ ന്യൂ എംപ്ലോയി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാനായിട്ട് താഴെ കൊണ്ടിട്ടത്. ഓക്കെ, രജിസ്റ്റർ എൻറോൾ ന്യൂ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരാം. അത് അവിടെ കിടക്കുന്നുണ്ടാവും, ഞാനൊന്ന് കാണിച്ചു തരാം. ബാക്കിൽ ആ സാധനം അവിടെ കിടക്കുന്നുണ്ടാവും. ESCCയുടെ വെബ്സൈറ്റ് അവിടെ ഉണ്ട്. രജിസ്റ്റർ ചെയ്യാനായിട്ട് പുതിയൊരു ഇതേപോലെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്? ആധാർ കാർഡ് ത്രൂ ആണോ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. യെസ് കൊടുക്കാം. ആധാർ ത്രൂ ആണെങ്കിൽ യെസ് കൊടുക്കാം, കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, എങ്ങനെയാ രജിസ്റ്റർ ചെയ്യുന്നത്? ആധാർ ത്രൂ ആണ്, യെസ് കൊടുക്കാം, കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ എംപ്ലോയറുടെ നമ്പറൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടാവും, കാരണം എംപ്ലോയറുടെ ID-നകത്താണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും, പേരും കാര്യങ്ങളൊക്കെ. കണ്ടിന്യൂ കൊടുക്കാം. ഇനിയാണ് നമ്മളുടെ സ്റ്റെപ്പുകളൊക്കെ തുടങ്ങാൻ പോകുന്നത്. ഈ ഇത് ജസ്റ്റ് ഒന്ന് ഓതറൈസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്റ്റെപ്പുകൾ തുടങ്ങും. ഓക്കെ, അപ്പോൾ ആധാർ കാർഡ് ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പൊ ആധാർ കാർഡിന് നമ്പർ എന്തായാലും കൊടുക്കേണ്ടി വരും. ഇവിടെ വ്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ടിക്ക് കൊടുക്കാം. ഇത് നമ്മൾ ഏറ്റവും മുകളിലുള്ളത് നമ്മളിപ്പോൾ ചെയ്തൊരു കാര്യമാണ്. കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂവിന്റെ താഴെ പുതിയൊരു സ്റ്റെപ്പും കൂടി വന്നിട്ടുണ്ട്. വ്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻ യെസ് കൊടുക്കാം. ഇവിടെ ആധാർ കാർഡിന് നമ്പർ കൊടുക്കാം. നമ്മളുടെ PDF-നകത്തുണ്ട്. PDF. ഓക്കെ, താഴേക്ക് പോവാം. ആ ഒരു PDF-നകത്ത് ഫസ്റ്റ് ആ ഒരു എംപ്ലോയി ഡീറ്റെയിൽസിന്റെ ഏറ്റവും താഴെ ആധാർ കാർഡിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. Ctrl+C ചെയ്യാം, Ctrl+V കൊടുക്കാം. ഓക്കെ, അത് എനിക്ക് കാണണമെങ്കിൽ ഞാൻ കൊടുത്ത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ വ്യൂ കൊടുത്താൽ മതി. അപ്പോൾ വ്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് കൊടുത്തു. ആധാർ കാർഡിന്റെ നമ്പർ അവിടെ കൊടുത്തു. ഓക്കെ, അവിടെ 2 ഡിജിറ്റ് വന്നിട്ടില്ല. ഞാൻ 2 സ്പേസ് ഉള്ളതുകൊണ്ടാണ് 2 ഡിജിറ്റ് വരാത്തത്. ഏറ്റവും അവസാനത്തിൽ 77 കൊടുത്തു. ഓക്കെ, 8877. ആ സ്പേസ് ഇടയ്ക്ക് കയറി വരുമ്പോൾ അത് ലിമിറ്റേഷൻ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക? ആധാർ കാർഡിന് നമ്പർ കൊടുത്തു. ആധാർ കാർഡ് എങ്ങനെ വെരിഫൈ ചെയ്യുന്നത്? OTP ത്രൂ ആണ്. അപ്പൊ OTP തന്നെ കൊടുക്കുക. ഗെറ്റ് OTP കൊടുക്കുക. താഴെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ബയോമെട്രിക് ആണെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്താൽ മതി. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുക. OTP ത്രൂ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ പ്രാക്ടീസ് പോട്ട് എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുക, ഓരോ സ്റ്റെപ്പുകൾ. അപ്പൊ നമ്മൾ അത് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോവാം. OTP ത്രൂ കൊടുക്കാം, ഗെറ്റ് OTP കൊടുക്കാം. ഓക്കെ, ഗെറ്റ് OTP കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ് OTP ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഫീൽഡ് വരും. OTP ഒന്ന് എഴുതിയെടുത്തോ. 1 2 3 4. ഓക്കെ, 1 2 3 4 എല്ലാവർക്കും ഈ സെയിം OTP തന്നെ ആയിരിക്കും, കാരണം ഇത് ഒഫീഷ്യൽ സൈറ്റ് അല്ലല്ലോ. ഒഫീഷ്യൽ ആയിരുന്നെങ്കിൽ ആ രാജകുമാറിന്റെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു നമ്പറിനകത്തേക്കായിരിക്കും OTP പോവുക. ആ എംപ്ലോയിയുടെ നമ്പറിലേക്ക് OTP പോകും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാനിവിടെ എന്താ 1 2 3 4 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. വാലിഡേറ്റ് കൊടുക്കുക. അപ്പൊ ആധാർ വാലിഡേറ്റ് ആവും. നമ്മൾ ഇനി മെയിൻ സ്ക്രീനകത്തേക്ക് വരും. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം ഫോം ഫില്ല് ചെയ്യണമെന്ന്. ഇതാണ് നമ്മളുടെ ഓൺലൈൻ ഫോം. ഇത് ഫില്ല് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എംപ്ലോയിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ഫില്ല് ചെയ്ത് തുടങ്ങാമല്ലോ. ഇതുവരെ ഓക്കെ അല്ലേ? രജിസ്റ്റർ ആൻഡ് എൻറോൾ ന്യൂ എംപ്ലോയി കൊടുത്തു. ആധാർ കാർഡ് ത്രൂ ആണോ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചു. യെസ് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. അപ്പൊ പുതിയൊരു സ്ക്രീൻ അവിടെ വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എന്താ കൊടുത്തത്? ആധാർ കാർഡിന്റെ നമ്പർ കൊടുത്തു. ഗെറ്റ് OTP കൊടുത്തു. OTP 1 മുതൽ 4 വരെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. വാലിഡേറ്റ് കൊടുത്തു. ഇനി ഈ സ്ക്രീനകത്ത് ഫസ്റ്റ് തന്നെ പറയുന്നത് ഓക്കെ, ഒന്നാമത്തെ കാര്യമാണ് 1 എന്ന് പറഞ്ഞിട്ട് ഇടാം. ഈ ഒരു സ്ക്രീനിൽ 1 കൊടുക്കാം. ഓക്കെ, ഇവിടെ കുറെ സെക്ഷൻസ് ഒക്കെ ഇത് പറയുന്നുണ്ട്. ഓരോ സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 1 2 3 4 5 എന്നൊക്കെ ഉള്ള കുറെ സെക്ഷൻസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 8 10 11 പിന്നെ ഏറ്റവും താഴെ 15 വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. 15 ഫീൽഡുകൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ചിലത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഒന്നാമത്തെ കാര്യം പറയുന്നത് ആ എംപ്ലോയി രോഹൻ കുമാർ എന്ന് പറയുന്ന എംപ്ലോയിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആള് ഡിസേബിൾഡ് ആണോ അല്ലയോ എന്നാണ് പറയുന്നത്. നോ കൊടുക്കാം. ഓക്കെ, യെസ് കൊടുക്കണ്ട കേട്ടോ ആരും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാണ്. ആള് ഡിസേബിൾഡ് ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. രോഹൻ കുമാർ ഡിസേബിൾഡ് അല്ല, ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പൊ അത് നോ കൊടുക്കാം. പിന്നെ ഒന്നാമത്തെ 1B 1C എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസേബിൾഡ് അല്ലേ. അപ്പോൾ അതിന്റെ ഫയൽ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ടൈപ്പോ ഡിസേബിലിറ്റി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നേരെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം.
രണ്ടിനകത്ത് പേരാണ് കൊടുക്കേണ്ടത്. റോഹൻ കുമാറിന്റെ പേര് എംപ്ലോയി ഡീറ്റെയിൽസിൽ വന്നിട്ട് കോപ്പി ചെയ്യാം, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ പോപ്പപ്പ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതെല്ലാം ഫില്ല് ചെയ്ത് പോയതുകൊണ്ടാണ്, വേറെ ക്ലാസ്സിന് എടുത്തുകൊണ്ട് ഓൾറെഡി ഫില്ല് ചെയ്ത് പോയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ബ്ലാക്ക് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് അത് കാണിക്കില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ട് നെയിം ഓഫ് ഫാദർ ഹസ്ബൻഡ്, ഫാദറിന്റെയോ ഹസ്ബൻഡിന്റെയോ പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫാദറിന്റെ നെയിമാണ് തന്നിട്ടുള്ളത്, മോഹൻ ശർമ്മ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മളപ്പോ ഫാദർ സെലക്ട് ചെയ്ത് കൊടുത്തു, ആളുടെ പേരോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, മോഹൻ ശർമ്മ. നിങ്ങൾക്ക് ഈ ഒരു സജഷൻ വരില്ല കേട്ടോ, ഞാൻ ഓൾറെഡി കൊടുത്തോണ്ടാണ് സജഷൻ വരുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം ചെയ്താൽ സജഷൻ പിന്നെ വന്നോണ്ടേയിരിക്കും, കുഴപ്പമില്ല. അപ്പൊ മോഹൻ ശർമ്മ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ഫാദറിന്റെ പേര് കൊടുത്തു. നാലാമത്തെ ഫീൽഡ്, ഇനി നാലാമത്തേനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ വരണമെന്നില്ല. ഞാനിപ്പോ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് വരുന്നില്ല, ടൈപ്പ് ചെയ്തിട്ട് വരുന്നില്ല. ചിലപ്പോൾ എന്താണ്, ചില ഫീൽഡിൽ ഡേറ്റ് ടൈപ്പ് ചെയ്താൽ വരില്ല. അപ്പൊ ഇതൊന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്താ, ഈ ഡേറ്റിന്റെ ആ ഒരു ഡേറ്റ് കൊടുക്കുമ്പോൾ ഒരു ജൂൺ 2026 എന്നായിരിക്കും വരാം. അതിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് വർഷവും കൂടി ക്ലിക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താ 2019 വരെ ഉള്ളൂ, മറ്റേ സ്ക്രോൾ ചെയ്യുന്ന സാധനം ഇല്ല, 2019 വരെ ഉള്ളൂ. അപ്പൊ അതിനകത്ത് 2019 ക്ലിക്ക് ചെയ്യാം. 19 സെലക്ട് ചെയ്ത് കൊടുക്കാനല്ല കേട്ടോ പറയുന്നത്, 19 ക്ലിക്ക് ചെയ്യാം. ഇനി വീണ്ടും ആ മുകളിലെ വർഷത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ 2019 മുന്നുള്ള വർഷങ്ങൾ അവിടെ ഡിസ്പ്ലേ ആവും. 2009 ക്ലിക്ക് ചെയ്യാം, വീണ്ടും വർഷത്തിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ എത്രയായിരുന്നു ഡേറ്റ് ഓഫ് ബർത്ത്? 1995 നമുക്ക് കൊടുക്കേണ്ടത്. വീണ്ടും വർഷം എടുക്കാം, 2019 9 1999. ഇപ്പൊ കാണാൻ പറ്റും 1995 അവിടെ വന്നിട്ടുണ്ട്, 1995 അവിടെ വന്നിട്ടുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. മെയ് മാസമാണ്, മെയ്യില് 15-ാം തീയതി ആയിരുന്നു തോന്നുന്നു. ഓക്കെ, 15/5/95. ഓക്കെ, 15/5/95 കൊടുത്തു. ഡേറ്റ് ഓഫ് ബർത്ത് ഇതേപോലെ വേണം കൊടുക്കാനായിട്ട് ഫസ്റ്റ് ഫീൽഡിനകത്ത്. പിന്നെ പറയുന്നത് നാലാമത്തെ ഫീൽഡ് കഴിഞ്ഞു. അഞ്ചാമത്തെ ഫീൽഡിനകത്ത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് കൊടുക്കാനുണ്ട്. നമുക്കത് ഇവിടെ നോക്കാം. സിംഗിൾ ആണ്. ഓക്കെ, അപ്പോ അൺമാരീഡ് കൊടുത്തു, ഓൾറെഡി അൺമാരീഡ് ആയിരിക്കും അവിടെ. പിന്നെ ജെൻഡർ കൊടുക്കാൻ പറയുന്നുണ്ട്. ആറാമത്തേനകത്ത് ജെൻഡർ കൊടുക്കണം. ജെൻഡർ എന്താ, മെയിൽ കൊടുക്കാം. അപ്പൊ മെയിൽ ആണെന്നുള്ളത് സെലക്ട് ചെയ്തു എന്നുള്ളതിന് ഒരു പോപ്പപ്പ് വരും, കൺഫേം കൊടുക്കാം. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ ഫീൽഡ് കഴിഞ്ഞു. ഏഴാമത്തെ ഫീൽഡ്, ആറാമത്തെ കഴിഞ്ഞു. ഏഴാമത്തെ പ്രസന്റ് അഡ്രസ് കൊടുക്കാനാണ് പറയുന്നത്. അഡ്രസ് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. എന്താ, നമ്മളുടെ അഡ്രസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ അഡ്രസ് താഴെ പറയുന്നുണ്ട്, ഗ്രീൻഫീൽഡ് അപ്പാർട്ട്മെന്റ്സ്, പാലാരിവട്ടത്തുള്ളതാണ്. ഓക്കെ, പിന്നെ എറണാകുളം, കേരള എന്നുള്ളതും കൂടി കൊടുക്കാം. അതും കൂടി നമ്മളവിടെ കൊടുത്തു. പിന്നെ പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനായിട്ടാണ്. കേരളയാണ്, കേരള സെലക്ട് ചെയ്തു. പിന്നെ പറയുന്നത് ഏഴാമത്തേനകത്ത് തന്നെയാണ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനാണ്. എറണാകുളമാണ്, കാരണം പാലാരിവട്ടം എന്നുള്ളത് കേരള എറണാകുളത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എറണാകുളം കൊടുത്തു, ഇവിടെ കാണാൻ പറ്റും എറണാകുളമാണ്. അപ്പൊ എറണാകുളം കൊടുത്തു. പിന്നെ സൈഡില് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ പിൻകോഡ് ഇവിടെ പറയുന്നുണ്ട്, ആ പിൻകോഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. പിൻകോഡ് 682025, അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ മൊബൈൽ നമ്പർ പറയുന്നുണ്ട്, മൊബൈൽ നമ്പർ ഇവിടെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇവിടെ മൊബൈൽ നമ്പർ ഉണ്ട്, അപ്പൊ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പറിനകത്തും ഫോൺ നമ്പറിനകത്തും ഇരുന്നോട്ടെ. ഓക്കെ, മാൻഡേറ്ററി ഫീൽഡ് അല്ലെങ്കിലും കൊടുത്തോ, കുഴപ്പമില്ല. മെയിൽ അഡ്രസ് പറയുന്നുണ്ട്, ആ മെയിലും കൂടി കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെ മെയിൽ അഡ്രസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോ മെയിൽ അഡ്രസ് Ctrl+C Ctrl+V എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, മെയിൽ അഡ്രസ് കൊടുത്തു. പിന്നെ പറയുന്നത് എട്ടാമത്തെ ഓപ്ഷൻ ആണ്. എട്ടാമത്തെ ഓപ്ഷനകത്ത് പറയുന്നത് പെർമനന്റ് അഡ്രസ് കൊടുക്കാനാണ്. പ്രസന്റ് അഡ്രസ് കൊടുത്തു, ഇനി പെർമനന്റ് അഡ്രസ് കൊടുക്കണം. അത് ഒരു ഓപ്ഷൻ എനിക്ക് തരുന്നുണ്ട്. കോപ്പി ഫ്രം പ്രസന്റ് അഡ്രസ്സിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരും. അതൊന്ന് ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഫില്ലായി വന്നിട്ടുണ്ടാവും. നമ്മൾ നേരെ മുകളിൽ പ്രസന്റ് അഡ്രസ് കൊടുത്തതെല്ലാം പെർമനന്റ് അഡ്രസ്സിനകത്തേക്ക് പേസ്റ്റ് ആയിട്ടുണ്ടാവും. അത്രയും മാത്രം മതി. എട്ടാമത്തെ ഫീൽഡിൽ അത്രയും മാത്രം മതി. പിന്നെ പറയുന്നത് ഒമ്പതാമത്തെ ഫീൽഡാണ്. ഒമ്പതാമത്തെ ഫീൽഡിനകത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്പെൻസറി കൊടുക്കാനാണ്. ഡിസ്പെൻസറി എന്ന് വെച്ചാൽ നമ്മളുടെ അടുത്തുള്ള ESI ഹോസ്പിറ്റൽ, ഓക്കെ, IP ഇൻഷുർഡ് പേഴ്സന്റെ അടുത്തുള്ള ESI ഹോസ്പിറ്റൽ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഡിസ്പെൻസറി ഫോർ ഇൻഷുർഡ് പേഴ്സന്റെ ആണ്, ഡിസ്പെൻസറി ഫോർ ഇൻഷുർഡ് പേഴ്സൺ ആണ്. അതേപോലെ തന്നെ ഡിസ്പെൻസറി ഫോർ ഫാമിലി മെമ്പേഴ്സും പറയുന്നുണ്ട്. രണ്ടുപേരുടെയും കൊടുക്കേണ്ടി വരും. ഫാമിലി മെമ്പേഴ്സിന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അവർക്കും അടുത്തുള്ള ESI ഹോസ്പിറ്റൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഒമ്പതാമത്തെ ഫീൽഡിൽ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ആണ്, കേരള.
രണ്ടാമത് അടുത്തുള്ള ആ ഒരു ESI ഹോസ്പിറ്റൽ ഏതാണ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ESI ഹോസ്പിറ്റൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അതും ക്വസ്റ്റ്യനിലുണ്ട്. സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്ട് എറണാകുളം, ഡിസ്പെൻസറി ബീച്ച് വാർഡാണ് ഡിസ്പെൻസറി പറയാം. അപ്പോൾ ഡിസ്പെൻസറി സെലക്ട് ചെയ്തിട്ട് ബീച്ച് വാർഡ് കൊടുക്കാം. ഓക്കെ, പിന്നെ 9B എന്ന് പറയുന്നത് ഫാമിലിക്ക് കൊടുക്കാനാണ്. ഫാമിലിയും സെയിം ഇത് തന്നെയാണ്, കേരള തന്നെ കൊടുക്കാം. ഫാമിലിക്കും ഈ സെയിം സാധനം തന്നെ എടുത്ത് കൊടുത്താൽ മതി. പിന്നെ ഡിസ്പെൻസറി ബീച്ച് വാർഡ് കൊടുത്താൽ മതി. അപ്പോൾ 9Aയും 9Bയും കഴിഞ്ഞു. അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ എന്താണ് ഡിസ്ട്രിക്ട് പറയുന്നുണ്ട്. എന്താണ് എറണാകുളം ആയിരുന്നു. എറണാകുളം സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിസ്ട്രിക്ട് എറണാകുളം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഈ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കലി അഡ്രസ് എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നു. ഇവിടെയും എറണാകുളം എടുത്ത് കൊടുക്കാം. അപ്പൊ അഡ്രസ്സ് വന്നു. ഇത്രേ ഉള്ളൂ. 9 വരെ ചെയ്ത് കഴിയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് 10ാമത്തെയും കൂടി നോക്കാം. 10ാമത്തെ എന്ന് പറയുന്നത് എംപ്ലോയറുടെ ഡീറ്റെയിൽസ് ആണ്. 10ാമത്തെ എംപ്ലോയറുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, സൂം ചെയ്ത് കാണിച്ചു തരാം. ചെറിയ ഫീൽഡ് ആയതുകൊണ്ടാണ് സൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എംപ്ലോയറുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എംപ്ലോയർ കോഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. നമ്മളുടെ ഐഡിയിലല്ലേ കയറിയിട്ടുള്ളത്. അപ്പോൾ എംപ്ലോയർ കോഡ് വരും. ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് വെച്ചാൽ രോഹൻ കുമാറിനെ അപ്പോയിന്റ് ചെയ്ത ഡേറ്റ്. ഇവിടെ എംപ്ലോയർ ഡീറ്റെയിൽസ് മുകളിൽ ഉണ്ടാവും. എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ജോയിനിങ് 1/08/2024 ആണ്. അപ്പോ ഇവിടെ നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ നിങ്ങൾ അങ്ങനെ കുറെ എടുത്ത് വർഷം തപ്പിപ്പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്താലും വരും. 01/08/2024 അല്ലേ, 2024. ഓക്കെ, 1/8/2024 ജോയിൻ ചെയ്തു. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ കൊടുക്കാനായിട്ടൊന്നുമില്ല. മെയിൽ അഡ്രസ് വേണമെങ്കിൽ കൊടുക്കാം. മാൻഡേറ്ററി ഫീൽഡ് അല്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ 11B 11B എന്നുള്ളതിനകത്ത് എന്താ കൊടുക്കണ്ടേ? 11B എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 10ാമത്തെ കഴിഞ്ഞിട്ട് 10ാമത്തേന്റെ താഴെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഹൗ പ്രീവിയസ് എംപ്ലോയർ 11ാമത്തെ ഫീൽഡ് ചോദിക്കുന്നുണ്ട്. ഇതിന് മുന്നേ പ്രീവിയസ് എംപ്ലോയർ ESIനകത്ത് ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ നിങ്ങളിൽ ഒരാളെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടാവും. അവിടെ ESI രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, യെസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 11B എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡും കൂടി നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് ഫില്ല് ചെയ്യേണ്ടി വരും. ഈ ഒരു ഫീൽഡും കൂടി ഫില്ല് ചെയ്യേണ്ടി വരും. 11Bയും കൂടി ഫില്ല് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ എംപ്ലോയർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അത് കൊടുക്കണ്ട. നിങ്ങൾ തൽക്കാലം അത് നോ ആക്കി കൊടുത്തോ. ഇവിടെ നോ തന്നെയാണ് കിടക്കുന്നത്. നോ ആക്കി കൊടുക്കാം. ഇനി നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. 12, 13, 14, 15. ഇതിനകത്ത് 13 നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 12, 14, 15 മാത്രം ഫില്ല് ചെയ്യാം. 12 എന്ന് പറയുന്നത് ഡീറ്റെയിൽ ഓഫ് നോമിനീസ് ആണ്. നോമിനീസിന്റെ ഡീറ്റെയിൽ. ഓക്കെ, നമുക്ക് ഒരാളെ നോമിനി ആയിട്ട് കൊടുക്കണം. നമ്മളെ ഫാമിലിയിലുള്ള ഒരാളെ നോമിനി ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റർ ഡീറ്റെയിൽ ഹിയർ എന്നുള്ളത് കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്യാം. എൻ്റർ ഡീറ്റെയിൽ ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ പുതിയൊരു വിൻഡോ ആണ് വരുന്നത്. പുതിയൊരു വിൻഡോ. ഇത് ക്ലോസ് ചെയ്താലും താഴെ നമുക്ക് ആ പഴയ വിൻഡോ കാണാൻ പറ്റും. ഓക്കെ, പുതിയൊരു വിൻഡോ വന്നു. ഈ വിൻഡോനകത്ത് നമുക്ക് ഇനി ചെയ്യാനായിട്ടുള്ളത് ആ നോമിനീസിന്റെ ഡീറ്റെയിൽ കൊടുക്കാം. ആരാ നോമിനി, നമുക്ക് ആ ഒരു PDF എടുത്ത് നോക്കാം. താഴെ നോമിനി ഡീറ്റെയിൽ പറയുന്നുണ്ട്. ആളുടെ അച്ഛൻ തന്നെയാണ് നോമിനി ആയിട്ട്. അപ്പോ നെയിം മോഹൻ ശർമ്മ കൊടുക്കാം. റിലേഷൻഷിപ്പ് എന്താ, ഫാദർ ആണ്, ഡിപെൻഡന്റ് ഫാദർ ആണ്. ഡിപെൻഡന്റ് ഫാദർ. ഓക്കെ, ഡിപെൻഡന്റ് ഫാദർ കൊടുത്തു. അഡ്രസ് കൊടുക്കാൻ പറയുന്നുണ്ട്. അഡ്രസ്സും സെയിം അഡ്രസ് തന്നെയാണ്. ഗ്രീൻഫീൽഡ് അപ്പാർട്ട്മെന്റ്, പാലാരിവട്ടം, പിന്നെ എറണാകുളം. ഒരുമിച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിത് കുറെ ഫീൽഡ് വെറുതെ കിടക്കണ്ടല്ലോ എന്ന് ചെയ്തിട്ടാ മാറ്റി കൊടുത്തത്. സ്റ്റേറ്റ് കേരള, ഡിസ്ട്രിക്ട് എറണാകുളം, പിൻകോഡ് വേണമെങ്കിൽ പിൻകോഡ് കൊടുക്കാം. ഇവിടെ പിൻകോഡ് പറയുന്നുണ്ട്. മൊബൈൽ നമ്പർ പറയുന്നുണ്ട്. മൊബൈൽ നമ്പർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, മൊബൈൽ നമ്പർ ഉണ്ട്. മോഹൻകുമാറിന്റെ മൊബൈൽ നമ്പർ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതും കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈസ് നോമിനിയെ ഫാമിലി മെമ്പർ എന്ന് ചോദിക്കുന്നുണ്ട്. ഈസ് നോമിനിയെ ഫാമിലി മെമ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആള് ഫാമിലി മെമ്പർ ആണ്, അച്ഛനല്ലേ. അപ്പൊ അച്ഛൻ ഫാമിലി മെമ്പർ ആണല്ലോ. യെസ് കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ സേവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സേവ് കൊടുക്കാം. സേവ് കൊടുത്താലും ഈ വിൻഡോയിൽ തന്നെ ആയിരിക്കും വരാം. ഇവിടെ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഏറ്റവും മുകളിൽ കാണാൻ പറ്റും. ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത നോമിനീസിനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ്. അത് കൊടുക്കണ്ട, ക്ലോസ് കൊടുക്കാം. ഓക്കെ, ഈ സേവിന്റെ അടുത്തുള്ള ക്ലോസ് എടുത്ത് കൊടുക്കാം. ക്ലോസ് കൊടുത്തു. അപ്പൊ ആ ഒരു വിൻഡോ ക്ലോസ് ആയി. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ പോയിട്ടില്ല. താഴെ ക്രോം എടുക്കുക. ക്രോമിനകത്ത് കാണാൻ പറ്റും. നമ്മൾ ആ ഒരു ഫീൽഡ് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് 13 ഫില്ല് ചെയ്യണ്ട. 14ാമത്തെ ഫീൽഡ് നോക്കാം.
ഡീറ്റെയിൽ ഓഫ് ബാങ്ക് അക്കൗണ്ട് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ. നമുക്ക് പൈസയൊക്കെ കയറണ്ടേ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാം. 14ാമത്തെ ഫീൽഡിനകത്ത് ഫസ്റ്റ് തന്നെ IFSC കൊടുക്കാനാണ് പറയുന്നത്. IFSC കൊടുത്താൽ എന്താ, നമ്മളുടെ ബാങ്ക് ബ്രാഞ്ചും എല്ലാ കാര്യങ്ങളും ഫെച്ച് ചെയ്തെടുത്തോളും, അതിനുവേണ്ടി ആയിരിക്കും. ഓക്കെ, അപ്പൊ IFSC ഞാൻ സെലക്ട് ചെയ്തു, Ctrl+C. ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ തന്നിട്ടുണ്ട് PDF-നകത്ത്. സെർച്ച് കൊടുക്കാം. ഓക്കെ, IFSC കോഡ് കൊടുത്തു, സെർച്ച് കൊടുക്കാം. അപ്പൊ എനിക്ക് എന്താണ്, ബാങ്കിന്റെ ഡീറ്റെയിൽ, ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നു. SBI ബാങ്ക് ആണെന്ന് ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്തു. ബ്രാഞ്ച് നെയിം വന്നു, IFSC കോഡ് കൊടുത്തുകൊണ്ടാണ് അത് വന്നത്. അക്കൗണ്ട് നമ്പർ കൊടുക്കാം. അക്കൗണ്ട് നമ്പർ ഒരു റഫ് ആയിട്ടുള്ള ഒരു നമ്പർ ഇവിടെ കിടക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് Ctrl+C, അക്കൗണ്ട് നമ്പർ കൊടുത്തു, Ctrl+V. പിന്നെ അക്കൗണ്ട് ടൈപ്പ് കൊടുക്കാനുണ്ട്. അക്കൗണ്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അക്കൗണ്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സേവിങ്സ് ഉണ്ട്, കറന്റ് ഉണ്ട്. നമ്മൾ ഇൻഡിവിജ്വൽസ് ഒക്കെ ആണെങ്കിൽ സേവിങ്സ് ആയിരിക്കും, കമ്പനികളൊക്കെ ആണെങ്കിലാണ് കറന്റ് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യുക. അപ്പൊ സേവിങ്സ് കൊടുക്കാം. സേവിങ്സ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവിടെ വേറെ കൊടുക്കാനായിട്ടൊന്നുമില്ല. എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്ലോഡ് കൊടുക്കാം. MICR ചോദിക്കുമ്പോൾ അതും നമുക്കിവിടെ തന്നിട്ടുണ്ട്. MICR നമ്മുടെ ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ്, ചെക്കുകളൊക്കെ പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്, എമൗണ്ട് എല്ലാം ട്രാൻസാക്ഷൻ പെട്ടെന്ന് ക്ലിയർ ആവാനായിട്ട് MICR കോഡ് കൊടുത്തേക്കാം. നേരെ വന്നിട്ട് താഴെ സബ്മിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ആ സബ്മിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് താഴെ, ഓക്കെ, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഡാറ്റ ഈ സെയിം വിൻഡോയിൽ തന്നെ ആയിരിക്കും വീണ്ടും വരാം. കാരണം പക്ഷെ ഇവിടെ കാണിക്കുന്നുണ്ട് ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി. ഇത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഈ ഒരു സ്ക്രീൻ ഞാനിപ്പോ സേവ് ചെയ്ത് ക്ലോസ് ചെയ്താൽ പിന്നെ കാണാൻ പറ്റില്ല. എന്തൊക്കെയാ കൊടുക്കേണ്ടതെന്ന് അറിയണ്ടേ. ഓക്കെ, സ്ക്രീൻഷോട്ട് കഴിഞ്ഞെങ്കിൽ ഒരു തംസപ്പ് ഇടണേ. ഓക്കെ, ഞാനത് ക്ലോസ് കൊടുക്കുകയാണ്. ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും നമ്മളുടെ ക്രോമിനകത്തേക്ക് പോയിട്ട് വീണ്ടും ആ ഒരു ചെല്ലാൻ എടുക്കാം. അപ്പൊ നമ്മൾ 12 കഴിഞ്ഞു, 13 ചെയ്യണ്ട, 14 കഴിഞ്ഞു. 15ാമത്തെ ഫീൽഡ് സെലക്ട് SMS പ്രിഫേർഡ് ലാംഗ്വേജ്. SMS-ന് ഒരു പ്രിഫേർഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അതൊന്നുമില്ല, നമുക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള കുറെ ലാംഗ്വേജുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുത്തോ. ഞാനിവിടെ ഇംഗ്ലീഷ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നുള്ളത് കാണാൻ പറ്റും. ഇന്ത്യൻ ഇംഗ്ലീഷ് അവിടെ കൊടുത്തു. ബാക്കിയെല്ലാം ഹിന്ദി, മലയാളം, തെലുങ്ക്, ഉറുദു, അങ്ങനെ കുറെ ലാംഗ്വേജ് ഉണ്ട്. ഞാൻ ഇംഗ്ലീഷ് കൊടുത്തു. ഇനി നമുക്ക് അവിടെ കൊടുക്കാനായിട്ടുള്ളത് I also hereby എന്നുള്ളത് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നമ്മൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഫോം ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് സെക്ഷൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ 10 വരെ ഉള്ളത്, ഓക്കെ, 10 സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി ഇത്. ഓക്കെ, എടുത്തു കഴിഞ്ഞില്ല അത്. ഞാനപ്പോ നെക്സ്റ്റ് സ്ക്രീനും കൂടി കാണിച്ചു തരാം. എടുത്ത് കഴിയുമ്പോൾ ഒരു തംസപ്പ് ഇടണേ. കഴിയുമ്പോ ഒന്ന് പറയണേ, കുറെ പേരൊക്കെ സ്ക്രീൻ മാന്തിപ്പിടിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ഇനി താഴേക്ക് പോവാം. 10 ഇവിടെ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതും വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് I hereby എന്നുള്ള ടിക്ക് കൊടുക്കാം. അപ്പൊ എന്നോട് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കാണിക്കും. ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 14 years ഫ്രം ദ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിനകത്ത് എന്തോ തെറ്റുണ്ടെന്നാ പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിനകത്ത് 1995 തന്നെയാണ്. അപ്പൊ ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഒന്നുകൂടി കൊടുക്കാം. എത്രയാണ്? 01/08/2024. ഓക്കെ, ഇതിനകത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി I hereby കൊടുത്തു. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട്. അതിനെന്തോ മിസ്റ്റേക്ക് ആയിരുന്നു, കൊടുത്തതിന് മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പൊ എന്തായാലും എറർ ഉണ്ടെങ്കിൽ ഈ നമ്മൾ I hereby ടിക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അത് കാണിക്കും. ഇനി നേരെ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതാണ് നമ്മളുടെ കൗണ്ടർ ഫോയിൽ എന്ന് പറയാം. ഇതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ പ്രിന്റ് എടുക്കണമെങ്കിൽ താഴെ കാണാൻ പറ്റും ഡൗൺലോഡ് ആൻഡ് പ്രിന്റ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് മുകളിലും കാണാൻ പറ്റും ഡൗൺലോഡ് എന്നുള്ളത്. അപ്പൊ താഴെ വന്നിട്ട് ഡൗൺലോഡ് ആൻഡ് പ്രിന്റ് കൊടുക്കുക. ഇതാണ് ഒരു എംപ്ലോയിക്ക് ആള് ESIയിൽ രജിസ്റ്റേർഡ് ആണെന്നുള്ളതിന്റെ ഒരു തെളിവ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട പ്രിന്റ് ഔട്ട്. ഓക്കെ, താഴെ വന്ന് ഡൗൺലോഡ് ആൻഡ് പ്രിന്റ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ഒരു ഫയൽ സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിനകത്തേക്ക് കൗണ്ടർ ഫോയിൽ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കാം. PDF ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രാക്ടീസ് ബോർഡിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക്
എന്നോട് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അപ്പൊ എന്താണ് ESI എന്ന് അറിയാം, അതിന്റെ ഡ്യൂ ഡേറ്റ് അറിയാം, അതിന്റെ കോൺട്രിബ്യൂഷൻ റേറ്റുകൾ അറിയാം, എംപ്ലോയിക്ക് വേറെ എംപ്ലോയർക്ക് വേറെ, അതെങ്ങനെ ഒരു എംപ്ലോയിനെ രജിസ്റ്റർ ചെയ്യുന്നതെന്നും കൂടി പഠിക്കാം. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കോ. നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഡാറ്റയും ഉണ്ട്. പ്രാക്ടീസ് ബോട്ടിൽ കയറാം, ഡൗൺലോഡ് ചെയ്യാം, എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെയ്തോളൂല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോ എല്ലാവർക്കും താങ്ക് യു. നാളത്തെ ക്ലാസ്സിൽ കാണാം. എന്തായാലും നാളെ ക്ലാസ് ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. ആ ഡേറ്റ് ടൈം നോക്കിയിട്ട് കയറാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നാളെ കാണാം.